ഹലോ. അപ്പോൾ യൂഷ്വലി നമ്മുടെ ഇന്ത്യൻ പോളിറ്റിയുടെ സീരീസ് കാണുന്നവർക്ക് ഇപ്പോൾ പോകുന്നവർക്ക് അറിയാം, നമ്മൾ ആക്ച്വലി UPSC ലെവലിലുള്ള സിലബസ് ആണ്. ലക്ഷ്മികാന്തിൻ്റെ സ്പെസിഫിക്കലി പറഞ്ഞ ലക്ഷ്മികാന്തിൻ്റെ ടെക്സ്റ്റ് ബുക്കിലനുസരിച്ചുള്ള സിലബസിനനുസരിച്ചിട്ടാണ് നമ്മൾ പോകുന്നത് പോളിറ്റിയുടെ. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഓരോ ചാപ്റ്റർ തീരുന്നതിനനുസരിച്ചും അതിൻ്റേതായ ക്വസ്റ്റ്യൻസ് ഞാൻ പോസ്റ്റ് സെക്ഷനിൽ ഇടുന്നുണ്ട്, അത് നിങ്ങൾ ആൻസർ ചെയ്യുന്നുണ്ടെന്ന് ക്ലാസ് നമ്മൾ പോകുന്നുണ്ട്. ഇപ്പോൾ ചാപ്റ്റർ 3 എത്തിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ആക്ച്വലി ആദ്യം ഉണ്ടായിരുന്നൊരു പ്ലാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സിലബസ് ഒക്കെ ഫിനിഷ് ചെയ്തതിന് ശേഷം അതുമായിട്ട് ബന്ധപ്പെട്ട PYQs, ഇപ്പോൾ ഞാൻ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എൻ്റെ ഒരു എന്താ പെർസെപ്ഷനും ആ കാര്യങ്ങളും വെച്ചൊക്കെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് തരുന്നുണ്ടെങ്കിലും ഇപ്പോൾ UPSC അല്ലെങ്കിൽ PSC KAS ഒക്കെ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളുടെ PYQ വർക്കൗട്ട് ചെയ്യുന്നത് ഇമ്പോർട്ടൻ്റ് ആണല്ലോ. ബിക്കോസ് അൾട്ടിമേറ്റ്ലി ദ എക്സാം കണ്ടക്ടിങ് അതോറിറ്റിയും അവരുടെ പെർസ്പെക്റ്റീവും ആണ് നമുക്ക് ഇമ്പോർട്ടൻറ്റ് എക്സാംസ് എഴുതുമ്പോൾ. സോ ഞാൻ അങ്ങനെയാണ് വിചാരിച്ചിരുന്നത്. അത് തന്നെ ഇപ്പോൾ ഉള്ള ചാപ്റ്റേഴ്സിൻ്റെ അനുസരിച്ച് ചാപ്റ്റർ വൈസ് അങ്ങനെയുള്ള PYQ തിരഞ്ഞു പിടിച്ച് പോയി തപ്പിയെടുക്കുക എന്നുള്ളതും ഒരു ലബോറിയസ് ആയിട്ടുള്ള ടൈം കൺസ്യൂമിങ് പ്രോസസ്സാണ്, അത് പ്രാക്ടിക്കൽ അല്ല. സോ ഇപ്പോൾ ഈ വീഡിയോയുടെ ക്യാപ്ഷൻ നിങ്ങൾ കണ്ടിട്ടുള്ള പോലെ UPSCക്ക് അല്ലെങ്കിൽ മറ്റുള്ള ഇങ്ങനത്തെ ഹെവി സ്റ്റേറ്റ്മെൻറ്റ് ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് പോളിറ്റിയിൽ നിന്ന് വരാറുണ്ട്. സോ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് കൂടെ വർക്കൗട്ട് ചെയ്യാം എന്നുള്ളത് I thought it would be helpful enough to the people who have already prepared. അല്ലേ, സിലബസ് ഒക്കെ അത്യാവശ്യം കവർ ചെയ്ത ആൾക്കാർ കൂടെ ഉണ്ടല്ലോ. സോ നമ്മൾ ഒരു വൈഡ് സ്പെക്ട്രം ഓഫ് ഓഡിയൻസിനെ കുറിച്ച് വിചാരിക്കുമ്പോൾ ഒന്നേന്ന് പഠിച്ചു തുടങ്ങുന്നവരല്ലാതെ അല്ലെങ്കിൽ റിവൈസ് ചെയ്യുന്നവരും ഓൾറെഡി ഈ സബ്ജക്റ്റ് ഒക്കെ പഠിച്ച് ഇരിക്കുന്ന ആൾക്കാരും ഉണ്ടാവും. അപ്പോൾ അവരുടെ മുന്നിലോട്ട് ഈ ചോദ്യങ്ങളൂടെ ഞാൻ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് സ്റ്റേറ്റ്മെൻറ്റ് ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് എഴുതുമ്പോൾ വളരെ ഹെൽപ്ഫുൾ ആവുമെന്ന് എനിക്ക് തോന്നി. ബിക്കോസ് ഈ കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ എക്സാമിൻ ചെയ്തപ്പോൾ ഇത് UPSCക്ക് പോളിറ്റി കോൺസ്റ്റിറ്റ്യൂഷൻ്റെ സിലബസിൽ നിന്ന് വന്നിട്ടുള്ള കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണ്. ഭയങ്കര നല്ല ഡെപ്തുള്ള വളരെയധികം നമുക്കൊരു ചലഞ്ചിങ് ആയിട്ടുള്ള മൈൻഡ് ബെൻഡിങ് ആയിട്ടുള്ള ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് ഞാൻ നിങ്ങൾക്ക് തന്നു കഴിഞ്ഞാൽ ഇപ്പോൾ UPSCക്ക് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് മാത്രമല്ല, ഇപ്പോൾ മോസ്റ്റ് ഓഫ് ദ എക്സാംസ് ആർ ഗെറ്റിംഗ് ക്ലോസർ ടു വാട്ട് ദ ലെവൽ ഈസ് സെറ്റ് ബൈ UPSC. അല്ലേ, UPSC എന്ത് ലെവലാണോ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ അടുത്തോട്ട് വളരെ സാമ്യമുള്ള രീതിയിലാണ് ബാക്കിയുള്ള പരീക്ഷകളൊക്കെ വരുന്നത്. അപ്പോൾ ഇത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് പരീക്ഷയിലും ഉപയോഗം ആവും. ഇപ്പോൾ നിങ്ങൾക്ക് PSCയുടെ ഡിഗ്രി ലെവൽ പ്രിലിംസ് അങ്ങനെയുള്ള പ്രിലിംസോ മെയിൻസോ എന്തോ ആയിക്കോട്ടെ, സ്റ്റേറ്റ്മെൻറ്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് പ്രിലിംസിലാണല്ലോ, അങ്ങനെയുള്ള പരീക്ഷയാണെങ്കിലും ഇപ്പോൾ SSCക്കും ഇപ്പോൾ ആ രീതിയിലൊക്കെ ചോദിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. GK ഭയങ്കര ടഫായി വരും. അപ്പോൾ ഒബ്വിയസ്ലി പോളിറ്റിയിൽ ഒരുപാട് സ്റ്റേറ്റ്മെൻറ്റ് ബേസ്ഡ് വരും. പിന്നെ ഒബ്വിയസ്ലി UPSCയും KASഉം ഒക്കെ എഴുതുന്നവർക്ക് മനസ്സിലാവും. സോ അങ്ങനെയുള്ളവർക്ക് ഹെൽപ്ഫുൾ ആവുന്നുള്ളതുകൊണ്ടാണ് ഈ ഒരു ക്ലാസ് ഇങ്ങനെ PYQ എടുത്ത് ഇടുന്നത്. സോ എന്തിനാണ് ഞാനിങ്ങനെ ഒരു ആമുഖം വീഡിയോ തരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വൈ എ സഡൻ ഷിഫ്റ്റ് ഇൻ നമ്മുടെ സിലബസ് എന്നുള്ളതല്ല. സിലബസ് ഒന്നും ഷിഫ്റ്റ് ചെയ്യുന്നില്ല. ഇത് ജസ്റ്റ് ബിഗിനേഴ്സ് മാത്രമല്ലല്ലോ, നമുക്ക് പഠിച്ച് സിലബസ് കവർ ചെയ്തവരും റിവിഷൻ ചെയ്യുന്നവരും അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്ക് കൂടെ യൂസ്ഫുൾ ആവുന്ന തരത്തിൽ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുക, ഒരു ക്വസ്റ്റ്യൻ എടുത്ത് വെച്ച് അതിൻ്റെ ഡെപ്ത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കാം. അപ്പോൾ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ഇനിയിപ്പോൾ ബിഗിനേഴ്സ് ആണെങ്കിൽ തന്നെ ഏത് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് വരാൻ പോകുന്നത് ഇനിയുള്ള പരീക്ഷകളിൽ എന്നൊരു ടേസ്റ്റോ കിട്ടുമല്ലോ നമ്മൾ ഒരുമിച്ച് ഡിസ്കസ് ചെയ്യുമ്പോൾ. നമ്മൾ ഒരുപാട് സംശയങ്ങൾ വരും, നിങ്ങൾ കമൻസിൽ ഒരുപാട് സംശയം പറയും. അപ്പോൾ അതൊക്കെ നമ്മൾ സോർട്ട് ഔട്ട് ചെയ്ത് പോകുമ്പോൾ ഇത് കൈൻഡ് ഓഫ് ഒരു ഗ്രൂപ്പ് സ്റ്റഡിയുടെ ഒരു സ്വഭാവം ഇതിന് വരും എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഈ ക്വസ്റ്റ്യൻസ് കണ്ടപ്പോൾ നിങ്ങളോടും കൂടെ ഷെയർ ചെയ്തത് സംസാരിച്ചൊന്ന് പഠിക്കണമല്ലോ എന്ന് തീരുമാനിച്ചത്. സോ അങ്ങനെയുള്ളൊരു ക്ലാസ്സാണിത്. ജസ്റ്റ് പ്രിഫൈസ് ടു ഗിവ് യു ദിസ് give you the taste of this class and why it is intended. ഓക്കെ, അപ്പോൾ ഒരുപാട് സമയമൊന്നും വേസ്റ്റ് ചെയ്യുന്നില്ല, ക്ലാസ്സിലോട്ട് കിടക്കാം. ഈ ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം എങ്ങനെയാണ് കാര്യങ്ങളെന്ന്. ഓക്കെ, ഹലോ. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കുകയാണ്. നമ്മളൊരു 10 ക്വസ്റ്റ്യൻസേ നോക്കുന്നുള്ളൂ. 10 ക്വസ്റ്റ്യൻസ് ആയിട്ട് നമുക്ക് പോകാം. സോ നമ്മുടെ പോളിറ്റിയുടെ നോർമൽ ക്ലാസ് പോകുന്നതിനോടൊപ്പം തന്നെ ഞാൻ ഇൻട്രോയിൽ പറഞ്ഞ പോലെ അങ്ങനെയാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ നമുക്ക് സമയം ഒട്ടും വേസ്റ്റ് ചെയ്യാതെ നമുക്ക് ക്വസ്റ്റ്യൻസിലോട്ട് കടക്കാം. ഓക്കെ, സോ ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഇത് UPSC സിവിൽ സർവീസ് എക്സാം 2022 പ്രിലിംസിൽ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് 2022. ഓക്കെ, അപ്പോൾ നമ്മുടെ ഒരു അപ്രോച്ച് എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ക്വസ്റ്റ്യനിലും ഒരു ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യനെ നമ്മൾ നേരിടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് അതിൻ്റെ അറിവ് നമ്മൾ പരിശോധിക്കുന്നത് അല്ലെങ്കിൽ നമ്മളൊരു ബുള്ളറ്റ് ഇൻഫർമേഷൻ പഠിച്ചത് അതുപോലെ ടിക്ക് ചെയ്യുക എന്നുള്ള രീതിയിലല്ല ഇന്നത്തെ ഡേ ആൻഡ് ഏജിൽ ഒരു ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ ഒരു ഡിസൈൻ ചെയ്യുന്നത്. എസ്പെഷ്യലി ഒരു UPSCയുടെ ലെവലിൽ ചിന്തിക്കുമ്പോൾ
നമ്മൾ 2-3 ഘടകങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചിന്തിക്കുന്നത് ക്വസ്റ്റ്യൻ്റെ ലാംഗ്വേജ്, ക്വസ്റ്റ്യനിലെ ഓപ്ഷൻസിൻ്റെ റെലവൻസ്, നമ്മൾ ഇൻ്റലിജൻ്റ് ആയിട്ട് ഗസ് ചെയ്തിട്ട് നമുക്കത് എലിമിനേറ്റ് ചെയ്യാനുള്ള എബിലിറ്റി, ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണല്ലേ. സോ എസ്പെഷ്യലി പോളിറ്റി ആയിട്ട് ബന്ധപ്പെട്ട് ഉള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ നമ്മുടെ മുമ്പുള്ള ലെക്ചേഴ്സ് നിങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. ചില ഡൗട്ടൊക്കെ ചില ആൾക്കാർ ചോദിച്ചപ്പോൾ ഡ്യൂ കോഴ്സ് ഓഫ് ലോയും ഒക്കെ ബന്ധപ്പെട്ട അങ്ങനെ ഡെഫിനേഷൻസിനെ കുറിച്ച് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, നമ്മൾ പോളിറ്റിയിൽ നമ്മൾ പഠിച്ചു പോകുമ്പോൾ എപ്പോഴും നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷനിൽ എന്താണോ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ലാംഗ്വേജ് ഹെവിയാണ്. ആ ലാംഗ്വേജിനനുസരിച്ച് മാത്രമാണ് നമ്മൾ സഞ്ചരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ഭരണഘടന ഇത്രയധികം വിപുലമാകാനും ഇത്രയധികം വലിപ്പമുള്ളൊരു ഭരണഘടനയാകാനുള്ളൊരു കാരണം അതാണ്. എല്ലാത്തിനും വേർഡ് ബൈ വേർഡ് ഡെഫിനേഷൻ ഉള്ളതുകൊണ്ട്. സോ വേർഡിങ് ഇമ്പോർട്ടൻ്റ് ആണ് പോളിറ്റിയായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസിൽ. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിച്ച് ഇരിക്കണം. ഓക്കെ, അപ്പോൾ കൂടുതൽ സമയം കളയാതെ ഈ ക്വസ്റ്റ്യനിലോട്ട് കടക്കാം. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ്. ഈ താഴെ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റുകൾ നോക്കാനാണ്. എന്താണ് ഫസ്റ്റ്? പെർസ്യുവൻറ്റ് ടു ദ റിപ്പോർട്ട് ഓഫ് H.N. സാന്യാൽ കമ്മിറ്റി, ദ കണ്ടംപ്റ്റ് ഓഫ് കോർട്സ് ആക്ട് 1971 വാസ് പാസ്ഡ്. രണ്ടാമത്തത് ആദ്യത്തിൻ്റെ അർത്ഥം പറയാം. അതായത് ഫസ്റ്റ് ശ്രദ്ധിക്കേണ്ടത് H.N. സാന്യാൽ കമ്മിറ്റി. H.N. സാന്യാൽ കമ്മിറ്റിയുടെ നിർദ്ദേശങ്ങൾ പ്രകാരം 1971 കണ്ടംപ്റ്റ് ഓഫ് കോർട്സ് ആക്ട് പാസ്സാക്കി എന്നുള്ളതാണ് ആദ്യത്തേത്. കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരുപാട് ആൾക്കാർ പത്രം വായിക്കുന്നു, ടി വി കാണുന്നുണ്ടെന്ന് നിങ്ങൾക്കറിയാം. കോടതി അലക്ഷ്യം, കോടതി ഒരു നടപടി അല്ലെങ്കിൽ ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചതിന് ശേഷം അത് പാലിക്കപ്പെടേണ്ടതായുള്ള വ്യക്തി, ബോഡി അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇത് പാലിക്കാതിരിക്കുമ്പോൾ കോടതി അലക്ഷ്യത്തിന് കേസെടുക്കാം അല്ലേ. അതാണ് ഞാൻ നേരത്തെ ഉള്ള ലെക്ചറിലും പറഞ്ഞു. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ഫീച്ചർ എന്ന് പറഞ്ഞാൽ ജുഡീഷ്യറിക്ക് ഒരുപാട് ഇൻഡിപെൻഡൻറ്റ് പവേഴ്സ് കൊടുക്കുന്നുണ്ട്. അത് ആ പവർ എക്സർസൈസ് ചെയ്യുന്നത് ഇങ്ങനെയാണ്, കോടതി അലക്ഷ്യത്തിന് കോടതിക്ക് തന്നെ കേസെടുക്കാം എന്നുള്ള ഒരു പ്രൊവിഷൻ ഉള്ളത്. അപ്പോൾ അത് വന്നത് H.N. സാന്യാൽ കമ്മിറ്റി 1971 ലോ പാസ് ചെയ്തപ്പോൾ ആണ് എന്നുള്ളതാണ് ആദ്യത്തേത്. പിന്നെ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്താ? ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ എംപവേഴ്സ് ദ സുപ്രീം കോർട്ട് ആൻഡ് ദ ഹൈ കോർട്ട്സ് ടു പണിഷ് ഫോർ കണ്ടംപ്റ്റ് ദംസെൽസ്. ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ, ഭരണഘടന സുപ്രീം കോടതിക്കും ഹൈക്കോടതിക്കും എന്താണ് കോടതി ലക്ഷ്യത്തിന് പണിഷ് ചെയ്യാനുള്ള റൈറ്റ് അവർ തന്നെ കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. പിന്നെന്താ? പിന്നെ മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്, ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ഡിഫൈൻസ് സിവിൽ കണ്ടംപ്റ്റ് ആൻഡ് ക്രിമിനൽ കണ്ടംപ്റ്റ്. അപ്പോൾ നിങ്ങൾക്കറിയാം നമ്മുടെ നിയമ നടപടികളിൽ തന്നെ എന്താണ് 2 ടൈപ്പ് ഉണ്ട്, ഒന്ന് സിവിലും ഒന്ന് ക്രിമിനലും അല്ലേ. സിവിൽ കേസുണ്ട്, ക്രിമിനൽ കേസുണ്ട് എന്ന് നമുക്ക് അറിയാം. അപ്പോൾ സിവിൽ കണ്ടംപ്റ്റും ക്രിമിനൽ കണ്ടംപ്റ്റും കോൺസ്റ്റിറ്റ്യൂഷൻ ഡിഫൈൻ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് മൂന്നാമത്തത്. നാലാമത്തത്, ഇൻ ഇന്ത്യ ദ പാർലമെൻറ്റ് ഈസ് വെസ്റ്റഡ് വിത്ത് പവേഴ്സ് ടു മേക്ക് ലോസ് ഓൺ കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് എന്നുള്ളതാണ്. ഇന്ത്യയിൽ കോടതി അലക്ഷ്യമായിട്ട് ബന്ധപ്പെട്ട നിയമങ്ങൾ പാർലമെൻറ്റിന് എന്താണ് നിർണ്ണയിക്കുക. അപ്പോൾ ഇതിലേത് സ്റ്റേറ്റ്മെൻറ്റാണ് ശരിയെന്ന് നോക്കുന്നതിനേക്കാളും കുറച്ചുകൂടെ നമുക്ക് നല്ലത് ഏത് സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാന്ന് നോക്കുന്നതാണ്. കാരണം ഇതിനകത്ത് 3 സ്റ്റേറ്റ്മെൻറ്റ്സ് ശരിയാണ്. തെറ്റായ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ഡിഫൈൻസ് സിവിൽ കണ്ടംപ്റ്റ് ആൻഡ് ക്രിമിനൽ കണ്ടംപ്റ്റ് എന്നുള്ളതാണ്. മനസ്സിലായോ? സിവിൽ കണ്ടംപ്റ്റോ ക്രിമിനൽ കണ്ടംപ്റ്റോ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ഡിഫൈൻ ചെയ്യുന്നില്ല. അതുകൊണ്ട് സ്റ്റേറ്റ്മെൻറ്റ് 3 ഇൻകറക്റ്റാണ്. അതേസമയം 1ഉം 2ഉം 3ഉം അല്ല 1ഉം 2ഉം 4ഉം കറക്റ്റാണ്. അതുകൊണ്ട് ഏതാ ഓപ്ഷൻ? ബി ആണ്. ഓപ്ഷൻ 1, 2 ആൻഡ് 4 ആണ് കറക്റ്റായിട്ട് വരുന്നത്. അപ്പോൾ ആർക്കെങ്കിലും അറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ നോക്കിക്കോളൂ. H.N. സാന്യാൽ കമ്മിറ്റി, H.N. സാന്യാൽ കമ്മിറ്റി പർപ്പസ് ടു എക്സാമിൻ ദ ലോ ആൻഡ് പ്രോബ്ലംസ് റിലേറ്റഡ് ടു കണ്ടംപ്റ്റ് ഓഫ് കോർട്ട്, ചെയർപേഴ്സൺ H.N. സാന്യാൽ, ദ ദെൻ അഡീഷണൽ സോളിസിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ. കീ ഔട്ട്കം, ഇറ്റ്സ് റെക്കമെൻഡേഷൻസ് ലെഡ് ടു ദ എനാക്ട്മെൻറ്റ് ഓഫ് ദി കണ്ടംപ്റ്റ് ഓഫ് കോർട്ട്സ് ആക്ട് 1971. 1971 എന്ന വർഷം നിങ്ങൾ ഓർക്കുക. 1971 എന്ന വർഷവുമായിട്ട് ബന്ധപ്പെട്ട് ഇമ്പോർട്ടൻ്റ് റാംസർ കൺവെൻഷൻ അല്ലേ. റാംസർ കൺവെൻഷൻ വന്നതും 1971 വെറ്റ്ലാൻഡ്സുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പോൾ ഈ 1971 തന്നെയാണ് കണ്ടംപ്റ്റ് ഓഫ് കോർട്ട്സ് ആക്ട് പാസ് ചെയ്തത്. ആരുടെ നേതൃത്വത്തിലുള്ള കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻസിൻ്റെ അടിസ്ഥാനത്തിൽ? H.N. സാന്യാൽ, അന്നത്തെ അഡീഷണൽ സോളിസിറ്റർ ജനറൽ. അപ്പോൾ അതൊന്ന് ഓർത്ത് വെച്ചോളുക. ഓക്കെ, അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ് ആർട്ടിക്കിൾ 129ഉം 215ഉം. അപ്പോൾ ഈ 129 അനുസരിച്ചിട്ടാണ് സുപ്രീം കോടതിക്ക് കോടതി അലക്ഷ്യത്തിന് ശിക്ഷിക്കാനുള്ള അവകാശം സുപ്രീം കോടതിക്ക് തന്നെ കിട്ടുന്നത് 129 പ്രകാരവും 215 പ്രകാരം അതേ പവർ ഹൈക്കോർട്ടിന് കൊടുക്കുന്നത്. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ആർട്ടിക്കിൾ 129 ആൻഡ് 215. അക്കോർഡിംഗ് ടു ആർട്ടിക്കിൾ 129, ദ സുപ്രീം കോർട്ട് ഹാസ് ദ പവർ to punish individuals who willfully disobeys its orders
ഓർ കണ്ടക്ട്സ് ദംസെൽസ് ഇൻ എ മാനർ ദാറ്റ് ബ്രിങ്സ് ദ കോർട്ട് ഇൻ ടു ഡിസ്റെസ്പെക്ട് എന്നാണ്. ആർട്ടിക്കിൾ 215 എക്സ്റ്റെൻസ് ദീസ് പവേഴ്സ് ടു ദ ഹൈക്കോർട്ട്സ് ആൻഡ് ദ സബോർഡിനേറ്റ് കോർട്ട്സ് അണ്ടർ ഇറ്റ്സ് ജൂറിസ്ഡിക്ഷൻ. അപ്പോൾ കോടതി അലക്ഷ്യം എന്ന ഇപ്പോൾ നിങ്ങളൊരു നോട്ട് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ കണ്ടംപ്റ്റ് ഓഫ് കോർട്ട്, കോടതി അലക്ഷ്യം എന്ന് മലയാളത്തിൽ എഴുതുന്നവർക്ക് എഴുതാം. അതുമായിട്ട് ബന്ധപ്പെട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ ഓർത്തിരിക്കേണ്ട വർഷം ഏതാണ്? 1971. കാരണം അപ്പോഴാണ് കണ്ടംപ്റ്റ് ഓഫ് കോർട്ട്സ് ആക്ട് വന്നത്. അതിനോടനുബന്ധിച്ച് ഉള്ള കമ്മിറ്റി ഏതാണ്? HN സാനിയാൽ കമ്മിറ്റി, HNS എന്നോ HN സാനിയാൽ കമ്മിറ്റി എന്നോ എഴുതുക, ഓർത്ത് വയ്ക്കുക, റിവൈസ് ചെയ്യുക. ആ കമ്മിറ്റിയുടെ നിർദ്ദേശങ്ങൾ പ്രകാരമാണ് ഈ ആക്ട് വന്നത്. അതുപോലെ തന്നെ ആർട്ടിക്കിളുകൾ 129, 215 129 ഈ പറഞ്ഞ പോലെ സുപ്രീം കോടതിക്ക് കോടതി അലക്ഷ്യത്തിന് ശിക്ഷിക്കാനുള്ളതും 215 ഹൈക്കോടതിക്ക് ഉള്ളതും. അപ്പോൾ അതനുസരിച്ചാണ് നമ്മൾ ഈ ഉത്തരം കണ്ടെത്തിയത് കേട്ടോ. ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ എംപവേഴ്സ് ദ സുപ്രീം കോർട്ട് ആൻഡ് ദ ഹൈ കോർട്ട്സ് ടു പണിഷ് ഫോർ കണ്ടംപ്റ്റ് ദംസെൽസ്. എന്താ? സുപ്രീം കോടതിക്ക് 129 ഹൈക്കോടതിക്ക് 215. ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ഡിഫൈൻ സിവിൽ കണ്ടംപ്റ്റ് ആൻഡ് ക്രിമിനൽ കണ്ടംപ്റ്റ്. ഇല്ല, അതുകൊണ്ട് തെറ്റാണ്. ഇൻ ഇന്ത്യ ദ പാർലമെന്റ് ഈസ് വെസ്റ്റഡ് വിത്ത് ദ പവേഴ്സ് ടു മേക്ക് ലോസ് ഓൺ കണ്ടംപ്റ്റ് ഓഫ് കോർട്ട്. പാർലമെന്റിന് നിർണ്ണയിക്കാം. അതന്നെയല്ലേ കണ്ടത്? ആക്ട് വന്നത് അങ്ങനെയാണല്ലോ 1971. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യം നോട്ട് ചെയ്തല്ലോ. അടുത്ത ചോദ്യത്തിൽ പോവാം. ഓക്കെ, ഇത് 2021 UPSC CSEയിൽ വന്ന ചോദ്യമാണ്. ഈ ചോദ്യം ഇച്ചിരി വിവാദമായിരുന്നു. അതെന്താ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഈ ചോദ്യത്തിലാണ് നിങ്ങൾക്ക് വേറൊരു കാര്യം എനിക്ക് പറയാനുള്ളത്. ഇന്നത്തെ പരീക്ഷകളുടെ ഒരു സ്വഭാവത്തിനെക്കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ വരുന്ന ഒരു പ്രധാനപ്പെട്ട തർക്ക വിഷയമാണ് പരീക്ഷയിൽ ഹാർഡ് വർക്കിൻ്റെ, ജനറലി കോമ്പറ്റേറ്റീവ് എക്സാംസിൽ ഹാർഡ് വർക്ക് വേഴ്സസ് ലക്ക്, അതിൻ്റെ ഒരു പ്രൊപ്പോർഷൻ. അപ്പോൾ ചിലർ പറയും 90% ഹാർഡ് വർക്ക്, 10% ലക്ക്, ഒരു 80% ഹാർഡ് വർക്ക്, 20% ലക്ക് എന്നുള്ള രീതിയിലൊക്കെ പറയും. അപ്പോൾ എന്നോട് പേഴ്സണലി ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ട് എന്ന് നമ്മളെ പിന്നെ തോന്നിപ്പിക്കാൻ ഉള്ള കാരണം ഈ തരത്തിലുള്ള ചോദ്യങ്ങളാണ്. ഈ തരത്തിലുള്ള ചോദ്യങ്ങളാണ് എന്ന് ഞാൻ പറയാൻ കാരണം, ഞാനതിൽ ലക്ക് എന്ന് ഉദ്ദേശിക്കുന്നതിൽ നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ കറക്റ്റായിട്ട് കിട്ടുന്നത് മാത്രമല്ല, നിങ്ങളുടെ അന്നത്തെ സ്റ്റേറ്റ് ഓഫ് മൈൻഡ്, നിങ്ങൾ പരീക്ഷയ്ക്ക് പോകുമ്പോൾ വളരെ ഹെൽത്തി ആയിട്ടാണോ, വളരെ നിങ്ങളുടെ ബ്രെയിൻ വളരെ അതിൻ്റെ ഒപ്റ്റിമൽ ലെവലിൽ റോബസ്റ്റ് ആയിട്ടാണോ. കാരണം ചിലപ്പോൾ നമുക്ക് ഈ മന്ദത എന്ന് പറഞ്ഞൊരു സാധനം ബുദ്ധിക്ക് ബാധിക്കും. അത് ബാധിച്ചു കഴിഞ്ഞാലും ചിലപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള ട്രിക്കി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിൽ ഉത്തരം എഴുതാൻ പറ്റണമെന്നില്ല. ഇനിയിപ്പോൾ നന്നായിട്ട് റോബസ്റ്റ് ആയിട്ട് ചെയ്യുന്നവരാണെങ്കിൽ പോലും എന്താ, പരീക്ഷ നടത്തുന്ന ബോർഡ് ഒരു വളരെ വേഗമായിട്ടൊരു ക്വസ്റ്റ്യൻ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ കുറ്റം നമുക്ക് പറയാനും പറ്റില്ല, അത് നമുക്കതൊന്നും ചെയ്യാൻ പറ്റില്ല. അതിനുള്ളൊരു എക്സാമ്പിളാണ്. കാരണം ഞാൻ പറഞ്ഞില്ല, ഈ ചോദ്യം പരിശോധിക്കുമ്പോൾ മനസ്സിലാവും. ഇപ്പോൾ ചോദ്യം നോക്കും. വിത്ത് റെഫറൻസ് ടു ഇന്ത്യൻ ജുഡീഷ്യറി, ഈ വാക്ക് ശ്രദ്ധിക്കണേ, ഇന്ത്യൻ ജുഡീഷ്യറി കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ്. ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥ, അതാണല്ലോ ഇന്ത്യൻ ജുഡീഷ്യറി. ഭരണഘടനയല്ലല്ലോ, ഭരണഘടന എന്ന് പറയുമ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ വരും. ഓക്കെ, ഇന്ത്യൻ ജുഡീഷ്യറി അനുസരിച്ച് കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ്. എനി റിട്ടയർഡ് ജഡ്ജ് ഓഫ് ദ സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ ക്യാൻ ബി കോൾഡ് ബാക്ക് ടു സിറ്റ് ആൻഡ് ആക്ട് ആസ് എ സുപ്രീം കോർട്ട് ജഡ്ജ് ബൈ ദ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ വിത്ത് പ്രയർ പെർമിഷൻ ഓഫ് ദ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. അതായത് any retired judge of the Supreme Court of India can be called back to sit and act as a Supreme Court judge by the Chief Justice of India with the prior permission of the President of India. President of Indiaയുടെ അനുമതിയോടുകൂടി ഒരു സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന് റിട്ടയർ ആയിപ്പോയ ഒരു സുപ്രീം കോടതി ജഡ്ജിനെ തിരിച്ചു വിളിക്കാം. മനസ്സിലായോ? സുപ്രീം കോടതി ജഡ്ജായിട്ട് സേവനം അനുഷ്ഠിക്കാൻ എന്നുള്ളത് കറക്റ്റാണ്. അത് കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ച് കറക്റ്റാണ്. അടുത്തതിലാണ് പ്രശ്നം വരുന്നത്. അടുത്തതിൽ എ ഹൈക്കോർട്ട് ഇൻ ഇന്ത്യ ഹാസ് ദ പവർ ടു റിവ്യൂ ഇറ്റ്സ് ഓൺ ജഡ്ജ്മെൻറ്റ് ആസ് ദ സുപ്രീം കോർട്ട് ഡസ്. ഈ ഒരു ഓപ്ഷൻ പ്രഥമ ദൃഷ്ട്യാ നിങ്ങളൊരു ലോ സ്റ്റുഡൻ്റ് ആണെങ്കിലും, നിങ്ങൾ പൊതുവായിട്ടൊരു അറിവുള്ള ഒരാളാണെങ്കിലും, ഇനി നിങ്ങൾ ലക്ഷ്മികാന്തോ അല്ലെങ്കിൽ മറ്റുള്ള പോളിറ്റി ബുക്സൊക്കെ വായിച്ചിട്ടുള്ള ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു ആസ്പിറൻ്റ് ആണെങ്കിൽ പോലും നിങ്ങൾക്ക് ഈ ചോദ്യം ശരിയാണെന്ന് തോന്നും. ഞാൻ ആക്ച്വലി ഈ ചോദ്യത്തിലെ ഈ ഒരു തർക്കം കണ്ടതിന് ശേഷം LLB ഒക്കെ പഠിച്ചിട്ടുള്ള ആൾക്കാരുടെ അടുത്ത് കൊടുത്തപ്പോഴും ആദ്യം അവർ കണ്ട ഉടനെ ഇത് രണ്ടും ബോത്ത് 1 and 2 ശരിയെന്നാണ് പറഞ്ഞത്. അത് ശരിയായിരിക്കും, പക്ഷേ ഇത് UPSCയുടെ ആൻസർ കീ വന്ന സമയത്ത് ഈ ഓപ്ഷൻ 2 തെറ്റാണ് എന്നുള്ള ഇൻ്റർപ്രിറ്റേഷനാണ് UPSC എടുത്തത്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, പരീക്ഷ നടത്തുന്ന ബോർഡിൻ്റെ ഇൻ്റർപ്രിറ്റേഷൻ ചില സമയത്ത് റാഷണൽ ആവണമെന്നില്ല. എസ്പെഷ്യലി ഈ ജുഡീഷ്യലായിട്ടുള്ള അല്ലെങ്കിൽ കോടതികളുമായിട്ട് ബന്ധപ്പെട്ട കാര്യം, ഞാനൊരു നിയമവിദഗ്ധനോ നിയമം പഠിച്ച വിദ്യാർത്ഥിയൊന്നും അല്ല, പക്ഷെ പൊതുവേ നമ്മൾ സംസാരിക്കുമ്പോൾ അവർക്ക് തന്നെ തമ്മിലൊരു തർക്കം ഉണ്ടാവുന്നത് കാണാം.
ഇതിലേതാണ് കറക്റ്റ്, ഏതാണ് ശരി, വന്ന ജുഡീഷ്യൽ പ്രീസിഡൻസ് വെച്ചിട്ടും ഓരോ വർഷത്തിന് ശേഷം വരുന്ന വിധികൾക്ക് ശേഷം. ഇപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടൊരു തർക്കം ഞാനൊരു ഫോറത്തിൽ കണ്ടപ്പോൾ 2024 ശേഷം വന്നൊരു വിധിക്ക് ശേഷം ഈ ചോദ്യത്തിൻ്റെ ഉത്തരം വേറെ രീതിയിലായിരിക്കും എന്നൊക്കെ കേട്ടു. മനസ്സിലായി. അപ്പോൾ അതിനകത്ത് നമ്മുടെ ഒരു വിദ്യാർത്ഥി പറഞ്ഞ ഒരു ലോജിക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആക്ച്വലി കോൺസ്റ്റിറ്റ്യൂഷനിൽ ഹൈക്കോർട്ടിന് റിവ്യൂ ചെയ്യാം, പക്ഷേ സുപ്രീം കോടതിക്ക് റിവ്യൂ ചെയ്യാം ഡിസിഷൻസ്, പക്ഷേ ഹൈക്കോർട്ടിന് ഒരു കോർട്ട് ഓഫ് റെക്കോർഡിനെ മെൻഷൻ ചെയ്യുന്നുള്ളൂ എന്ന് എക്സ്പ്ലിസിറ്റ് ആയിട്ട് കോൺസ്റ്റിറ്റ്യൂഷനിൽ മെൻഷൻ ചെയ്തിട്ടില്ല. അതുകൊണ്ടായിരിക്കും UPSC അത് തെറ്റായിട്ട് പറഞ്ഞതെന്ന് ഒരു ലോജിക്ക് കൊണ്ടുവന്നു. അപ്പോൾ വേറൊരാൾ മറുവാദം കൊണ്ടുവന്നത്, അപ്പോൾ ഈ കാര്യം പ്രശ്നവും ചോദ്യത്തിലെ ഈ ഭാഷ ഉണ്ടോ വിത്ത് റെഫറൻസ് ടു ഇന്ത്യൻ ജുഡീഷ്യറി, ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയെ സംബന്ധിച്ചെന്നാണ്, ഇന്ത്യൻ ഭരണഘടനയെ റെഫർ ചെയ്തിട്ടല്ല. അപ്പോൾ എന്താ, അപ്പോൾ അവിടെ പിന്നെയും കൺഫ്യൂഷനും വേഗ്നെസ്സും ആയി. ഭരണഘടന അനുസരിച്ച് റെഫർ ചെയ്തിട്ടാണെങ്കിൽ ഇയാൾ പറഞ്ഞ ന്യായം കറക്റ്റാണ്. എന്താണ്, ഹൈക്കോടതിക്ക് റിവ്യൂ ചെയ്യുന്ന കാര്യത്തിനെക്കുറിച്ച് സുപ്രീം കോടതിക്ക് റിവ്യൂ ചെയ്യുന്ന കാര്യത്തിനെക്കുറിച്ച് എക്സ്പ്ലിസിറ്റായിട്ട് മെൻഷൻ ചെയ്തിട്ടുള്ളൂ. ഹൈക്കോടതിയുടെ കോർട്ട് ഓഫ് റെക്കോർഡാണ്, അതുകൊണ്ട് അണ്ടർസ്റ്റാൻഡബിൾ ആണെന്നുള്ള രീതിയിലാണ് കോൺസ്റ്റിറ്റ്യൂഷനിലുള്ളത് എന്ന വാദം എടുക്കാം. എങ്ങനെയായിരുന്നെങ്കിൽ ഈ പറഞ്ഞ പോലെ വിത്ത് റെഫറൻസ് ടു ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നായിരുന്നെങ്കിൽ. പക്ഷേ ഈ ചോദ്യത്തിലെ ഈ വേർഡിങ് ഇമ്പോർട്ടൻ്റ് ആണ്. വിത്ത് റെഫറൻസ് ടു ഇന്ത്യൻ ജുഡീഷ്യറി എന്നാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഭാഗ്യത്തിൻ്റെ ഒരു ഫാക്ടർ അല്ലെങ്കിൽ ചില അൺകൺട്രോളബിൾ ഫാക്ടർ ചില പരീക്ഷയിൽ ഉണ്ട് എന്ന് പറയില്ലേ, അത് ഇതുപോലുള്ള ചോദ്യങ്ങളാണ് വരുന്നത്. കാരണം ഇപ്പോൾ ഈ വിഷയത്തിനെക്കുറിച്ച് നന്നായിട്ട് അഗ്രഗണ്യനായ ഒരു അറിവുള്ളൊരു വ്യക്തിയായിരിക്കും ഒരു LLB സ്റ്റുഡൻറ്റ്. ആ സ്റ്റുഡൻറ്റും മറ്റേ ഈ വിഷയത്തിനെക്കുറിച്ച് വളരെ ഹാഫ് ബേക്ക്ഡ് ആയിട്ടൊരു അറിവുള്ളൊരു സ്റ്റുഡൻറ്റ്. ഇപ്പം ഞാനാണ് പോകുന്നത്, ഞാൻ ഇതിനെക്കുറിച്ച് ഒരുപാട് പഠിച്ചിട്ടില്ല. അപ്പോൾ എനിക്കൊരു തോന്നൽ തോന്നുക. എന്താ എൻ്റെ തോന്നൽ? ആദ്യത്തെ ശരിയാ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് പ്രസിഡൻറ്റിനോട് ചോദിച്ചിട്ടായിരിക്കും, കാരണം പ്രസിഡൻറ്റ് വഴിയൊക്കെയാണല്ലോ അപ്പോയിൻറ്റ് ചെയ്യുന്നത്. അങ്ങനെയെന്ന് വിചാരിച്ച് ഒന്ന് ശരിയാണെന്ന് ഞാൻ വിചാരിക്കും. രണ്ടാമത്തെ ഞാൻ നോക്കുമ്പോൾ ഹൈക്കോർട്ട് ഇൻ ഇന്ത്യ ഹാസ് ദ പവർ ടു റിവ്യൂ ഇറ്റ്സ് ഓൺ ജഡ്ജ്മെൻറ്റ് ആസ് ദ സുപ്രീം കോർട്ട് ഡസ്. ഞാനൊരു സാധാരണ വ്യക്തി, വെറുതെ പത്രങ്ങളൊക്കെ വായിച്ച് 10ാം ക്ലാസ്സിൽ പോളിറ്റിയൊക്കെ പഠിച്ചിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ എൻ്റെ ഒരു അറിവിലോ എൻ്റെ ഒരു ഒരു അനുമാനത്തിലോ ഹൈക്കോടതി എന്ന് പറഞ്ഞാൽ പവർ കുറഞ്ഞ കോടതി, സുപ്രീം കോടതി എന്ന് പറഞ്ഞാൽ പവർ കൂടിയ കോടതി. അപ്പോൾ സുപ്രീം കോടതിക്കുള്ള അത്രയും പവർ ഹൈക്കോടതിക്ക് ഇല്ലല്ലോ. അപ്പോൾ എങ്ങനെയാണ് ഈ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാവുന്നത്? സുപ്രീം കോടതിയെ പോലെ ആസ് ദ സുപ്രീം കോർട്ട് ഡസ് ഹൈക്കോടതിന് റിവ്യൂ ചെയ്യാൻ പറ്റില്ലല്ലോ എന്നൊരു ലോജിക്കൽ ഡിഡക്ഷനിൽ ഞാൻ എത്തുകയും ഞാൻ എന്ത് ചെയ്യും, ഇത് തെറ്റാ എന്ന് വിചാരിച്ചിട്ട് 1 മാർക്ക് ചെയ്യും. അപ്പോൾ ആക്ച്വലി സംഭവിക്കുന്നത് എന്താ, എൻ്റെ പകുതി വെന്ത അറിവുകൊണ്ടാണെങ്കിൽ പോലും എനിക്കവിടെ മാർക്ക് വീണില്ലേ, എനിക്കവിടെ പോസിറ്റീവ് മാർക്സ് വീണു അല്ലേ. അപ്പോൾ ഇങ്ങനെയുള്ള സമയങ്ങളാണ്, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യനുകളിലാണ് ഈ ലക്കും ഇതുപോലുള്ള നമ്മുടെ കയ്യിലല്ലാത്ത ഫാക്ടേഴ്സും കൊണ്ട് പരീക്ഷ നമ്മുടെ കയ്യിൽ നിന്ന് മാറുന്നതോ വരുന്നതോ ഒക്കെ. ഇതൊക്കെ ഒരു ചോദ്യമാണ്, വലിയ ഫാക്ടറൊന്നുമല്ല. പക്ഷേ ഈവൻ ദെൻ ചില സമയത്ത് റാങ്ക് ലിസ്റ്റിലൊക്കെ ഒരു മാറ്റം ഉണ്ടാവുമല്ലോ, ഒരു മാർക്കിൻ്റെ ഒരു വ്യത്യാസത്തിൽ. അപ്പോൾ ഇങ്ങനെയുള്ള അതിപ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതാ ഒരു പരീക്ഷ നിർണ്ണയിക്കുന്ന ബോഡി, ആ ഒരു ആൻസർ കീ നിർണ്ണയിക്കുന്ന അവരുടെ ഒരു റീസണിങ്ങിൻ്റെ അനുസരിച്ചിട്ടാണ്. അപ്പം നമുക്ക് ഇതിനെ നമുക്ക് ഇതിനെ മിറ്റിഗേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ പ്രിപ്പറേഷൻ ഫുൾ ഫ്ലെഡ്ജ് ആക്കുക. അതിലൂടെ ഈ ഒരു ക്വസ്റ്റ്യനിൽ വരുന്ന നഷ്ടം ബാക്കിയുള്ള ക്വസ്റ്റ്യൻസിലൂടെ ടാക്കിൾ ചെയ്യുക എന്നുള്ളതാണ്. കാരണം ഈ ഹാഫ് ബേക്ക്ഡ് ആയിട്ട് ഇങ്ങനെയുള്ള ചോദ്യങ്ങളിൽ നിന്ന് ഒരാൾക്ക് കിട്ടുന്ന മാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എല്ലാ ചോദ്യത്തിലും ആപ്ലിക്കബിൾ ആവില്ല. ഇറ്റ്സ് ജസ്റ്റ് എ മാറ്റർ ഓഫ് ഒരു ഫ്ലൂക്കാണത്. അത് ത്രൂ ഔട്ട് ഒരു പരീക്ഷയിൽ അങ്ങനെ വരുന്നത് 1 in a million ചിലപ്പോൾ ഉണ്ടാവും. അല്ലാതെ നടക്കാനുള്ള സാധ്യത ഒരു തിയറി ഓഫ് പ്രോബബിലിറ്റി, ഒരു റാൻഡംനെസ് വെച്ച് നോക്കിയാൽ പോലും നടക്കില്ല. സോ നമ്മൾ അങ്ങനെയുള്ള ഇൻകൺസിസ്റ്റൻസീസിലോ അല്ലെങ്കിൽ അൺസർട്ടനിറ്റീസിലോ അനിശ്ചിതത്വങ്ങൾക്കോ വഴിപെടേണ്ട കാര്യമില്ല നമ്മൾ ഫുൾ പ്രൂഫായിട്ട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടെങ്കിൽ. അതുകൊണ്ടാണ് നമ്മുടെ കോഴ്സിൽ നമ്മൾ വളരെ ഇൻഡെപ്തായിട്ട് വളരെ സമയം എടുത്ത് നമ്മൾ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞ പോലെ അൺഫോർച്ചുനേറ്റ്ലി ഓർ ഫോർച്ചുനേറ്റ്ലി ഈ 1 only എന്നുള്ളതാണ് അന്ന് UPSCയുടെ ആൻസർ കീയിൽ വന്നത്. പക്ഷേ സ്റ്റിൽ ഇതൊരു തർക്ക വിഷയമാണ്. ഐ ജസ്റ്റ് ഡെമോൺസ്ട്രേറ്റഡ് ഇറ്റ് ടു യു. ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം കണ്ടുപിടിക്കുക എന്നുള്ളതിനേക്കാൾ കൂടുതൽ ഈ ഒരു അവസ്ഥ കാണിക്കുക എന്നുള്ളതാണല്ലോ ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിൽ പോവാം. ഈ പറഞ്ഞ പോലെ ഒരു മിനിറ്റ്, ഇതെന്താ പോവില്ല ഇത്. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞ പോലെ ആർട്ടിക്കിൾ 128 ആണ് അലൗസ് ദ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ വിത്ത് ദ പ്രസിഡൻറ്റ്സ് പ്രയർ കൺസെൻറ്റ് ടു റിക്വസ്റ്റ് റിട്ടയർഡ് സുപ്രീം കോർട്ട് ഓർ ഹൈക്കോർട്ട് ജഡ്ജസ് ടു സിറ്റ് ആൻഡ് ആക്ട് ആസ് സുപ്രീം കോർട്ട് ജഡ്ജസ്. മനസ്സിലായല്ലോ?
അപ്പോൾ ആർട്ടിക്കിൾ 128 അനുസരിച്ചിട്ടാണ് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യക്ക് പ്രസിഡൻറ്റിൻ്റെ രാഷ്ട്രപതിയുടെ അനുമതിയോടുകൂടി റിട്ടയർ ചെയ്ത സുപ്രീം കോർട്ടോ ഹൈക്കോടതി ജഡ്ജസിനെയോ ടു സിറ്റ് ആൻഡ് ആക്ട് ആസ് സുപ്രീം കോടതി ജഡ്ജസ്. ഇത് ഓർത്തോ കേട്ടോ, റിട്ടയർ ചെയ്ത് സുപ്രീം കോർട്ടല്ല ഹൈക്കോടതി ജഡ്ജസും ഉണ്ട്. ചോദ്യത്തിൽ അത് ഉൾപ്പെടുത്തിയിട്ടില്ലായിരുന്നു, പക്ഷേ ഈ ഒരു ഫാക്റ്റും ഉണ്ട്. ആർട്ടിക്കിൾ 128 ഈ ഒരു ഫാക്റ്റും ഉണ്ട്. അത് നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോളുക. അടുത്ത ക്വസ്റ്റിനിൽ പോവാം. അടുത്ത എന്താണ്, 2019 വന്ന പ്രിലിംസ് ചോദ്യമാണ്. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ്. ദ മോഷൻ ടു ഇംപീച്ച് എ ജഡ്ജ് ഓഫ് ദ സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ. ഇംപീച്ച്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട, ഇംപീച്ച്മെൻറ്റ് എന്ന് പറഞ്ഞാൽ കുറേ പേർക്ക് അറിയായിരിക്കും. നമ്മുടെ ഹൈക്കോടതിയിലെയോ അല്ല മറ്റുള്ള കോടതികളിലെയോ ജഡ്ജിമാരെയോ സുപ്രീം കോടതിയിലെ ജഡ്ജിമാരെയോ റിമൂവ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുമ്മാ അങ്ങ് സസ്പെൻഷനും ഡിസ്മിസലും അടിച്ചു കൊടുക്കുന്നതല്ല, പറ്റത്തില്ല. അത് ഞാൻ കഴിഞ്ഞ ലെക്ചേഴ്സിലും പറഞ്ഞല്ലോ. സുപ്രീം കോടതിയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഫീച്ചേഴ്സ് പഠിപ്പിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ജുഡീഷ്യറിയായിട്ട് ബന്ധപ്പെട്ട ഫീച്ചേഴ്സിൽ സുപ്രീം കോടതിയുടെ ഓട്ടോണമി അല്ലെങ്കിൽ അതിൻ്റെ ഇൻഡിപെൻഡൻസ്, അതിൻ്റെ ഇമ്പോർട്ടൻസ് നിലനിർത്താനുള്ള ഏറ്റവും വലിയൊരു മറ്റൊരു ടൂളാണ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ജഡ്ജസിൻ്റെ അപ്പോയിൻമെൻറ്റും അവരെ എടുത്ത് മാറ്റുന്നതും എളുപ്പമല്ല. ഇത്തരത്തിലുള്ള പ്രത്യേക പ്രോസസ്സിലൂടെയാണ് എടുത്ത് മാറ്റുന്നത്. അങ്ങനെ ആ പ്രത്യേക പ്രോസസ്സിന് പറയുന്ന പേരാണ് ഇംപീച്ച്മെൻറ്റ്. അപ്പോൾ എന്താ പറഞ്ഞിരിക്കുന്നത്, അതുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റേറ്റ്മെൻറ്റ്സ് വായിക്കൂ. ദ മോഷൻ ടു ഇംപീച്ച് എ ജഡ്ജ് ഓഫ് ദ സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ കനോട്ട് ബി റിജക്റ്റഡ് ബൈ ദ സ്പീക്കർ ഓഫ് ദ ലോക്സഭ ആസ് പെർ ദ ജഡ്ജസ് ഇൻക്വയറി ആക്ട് 1968. 1968 ജഡ്ജസ് ഇൻക്വയറി ആക്ട് പ്രകാരം ഒരു സുപ്രീം കോടതി ജഡ്ജിയെ ഇംപീച്ച് ചെയ്യാനുള്ള മോഷൻ, ആ ഒരു പ്രമേയം, അതിനെ ലോക്സഭയിലെ സ്പീക്കറിന് റിജക്റ്റ് ചെയ്യാൻ പറ്റില്ല. അദ്ദേഹം എന്താണെങ്കിലും അത് അംഗീകരിച്ചിരിക്കണം എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ 1968 ജഡ്ജസ് ഇൻക്വയറി ആക്ട് എന്താണെന്ന് നോക്കാം. ജഡ്ജസ് ഇൻക്വയറി ആക്ട് 1968 എന്താ പറയുന്നത്? ദ ആക്ട് ഡീറ്റെയിൽസ് ദ പ്രോസസ് ഫോർ ഫോമിംഗ് ആൻ ഇൻക്വയറി കമ്മിറ്റി ടു ഇൻവെസ്റ്റിഗേറ്റ് ദ ചാർജസ് ആൻഡ് ഔട്ട്ലൈൻസ് ദ പാത്ത് ഫോർ പാർലമെൻറ്റ് ടു പ്രസൻറ്റ് ആൻ അഡ്രസ് ടു ദ പ്രസിഡൻറ്റ് വിച്ച് കുഡ് ലീഡ് ടു ദ ജഡ്ജസ് റിമൂവൽ ഫ്രം ഓഫീസ്. ഓക്കെ, അപ്പോൾ ഒരു ജഡ്ജിനെതിരെ ഒരു ആരോപണം ഉണ്ടായി. ഞാനൊരു എക്സാമ്പിളൂടെ പറയാം, അതായിരിക്കുമല്ലോ കുറച്ചും കൂടെ ഒരു ഇൻട്രസ്റ്റിംഗ്. സോ ഇദ്ദേഹത്തിനെ കുറേ പേര് വാർത്ത വായിക്കുന്നവർ കണ്ടിട്ടുണ്ടാവും. ഇദ്ദേഹത്തിൻ്റെ പേര് ജസ്റ്റിസ് യശ്വന്ത് ശർമ്മ എന്നാണ്. ഇദ്ദേഹം അലഹബാദ് ഹൈക്കോടതിയിലെ ജഡ്ജായിരുന്നു. സോ കഴിഞ്ഞ വർഷമാണോ ഈ വർഷമാണോ ഈ വർഷം തന്നെയാണ്. അതെ, ഈ വർഷം തന്നെയാണ്. ജഗദീപ് ധൻഖറൊക്കെ റിസൈൻ ചെയ്യുന്നതിന് തൊട്ട് മുമ്പാന്ന് തോന്നുന്നു. അപ്പോൾ ഇദ്ദേഹം അലഹബാദ് ഹൈക്കോടതിയിലെ ചീഫ് ജസ്റ്റിസ് ആയിരുന്നു. ഇദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഒരു ഫയർ ബ്രേക്കൗട്ട് ചെയ്ത ഇൻസിഡൻറ്റ് ഉണ്ടാവുകയും അതിനെ തുടർന്ന് ഇദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്ന് ഒരുപാട് കെട്ടുകണക്കിന് ക്യാഷ് കണ്ടെത്തി. അപ്പോൾ ഒരു ജഡ്ജിയുടെ വീട്ടിൽ നിന്ന് ക്യാഷ് കണ്ടെത്തുമ്പോൾ, കെട്ടുകണക്കിന് ക്യാഷ് കണ്ടെത്തുമ്പോൾ അത് സ്വാഭാവികമായിട്ടും ഒരു അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തിൻ്റെ ഇതിനോടുള്ളൊരു ചോദ്യചിഹ്നമാണല്ലോ. അപ്പോൾ ഇദ്ദേഹത്തിനെ സ്വാഭാവികമായിട്ടും മാറ്റണം, ഇംപീച്ച് ചെയ്യാനുള്ളൊരു മോഷൻ വന്നു. അപ്പോൾ അതിൻ്റെ പ്രോസസ്സ് ഇപ്പോഴും ഗോയിങ് ഓൺ ആണ്, അതിൻ്റെ തീർപ്പ് വന്നിട്ടില്ല. അദ്ദേഹത്തിന് ഇംപീച്ച് ചെയ്യാനുള്ളൊരു മോഷൻ അപ്പോൾ സഭയിൽ വരും. അപ്പോൾ ഇങ്ങനെ ഇംപീച്ച് ചെയ്യാൻ, അപ്പോൾ ഇങ്ങനെ ഒരു ജഡ്ജിക്കെതിരെ ഒരു ആരോപണം വന്നാൽ അതെങ്ങനെയാണ് അദ്ദേഹത്തിന് ആ സ്ഥാനത്ത് നിന്ന് മാറ്റേണ്ടത് എന്നുള്ളതാണ് ഇംപീച്ച്മെൻറ്റ് പ്രോസസ്സ്. അത് പറയുന്നതാണ് 1968 ജഡ്ജസ് ഇൻക്വയറി ആക്ട്. അപ്പോൾ ഈ ആക്ട് അനുസരിച്ച് നമ്മൾ എങ്ങനെയാണ് ഈ റിമൂവൽ ഓഫ് ജഡ്ജ് നടത്തുന്നത് എന്ന് നോക്കാം. അപ്പോൾ ആക്ട് അനുസരിച്ച് ഇനീഷ്യേഷൻ ഓഫ് ദ പ്രോസസ്, എ മോഷൻ ടു റിമൂവ് എ ജഡ്ജ് മസ്റ്റ് ബി സൈൻഡ് ബൈ അറ്റ്ലീസ്റ്റ് 100 members ഓഫ് ദ ലോക്സഭ ഓർ 50 members ഓഫ് ദ രാജ്യസഭ ആൻഡ് പ്രസൻറ്റഡ് ടു ദ പ്രസിഡൻറ്റ്. അപ്പോൾ ഈ പ്രമേയം എന്ന് പറയുന്നത് ലോക്സഭയിലാണെങ്കിൽ കുറഞ്ഞത് 100 പേരും, രാജ്യസഭയിലാണെങ്കിൽ കുറഞ്ഞത് 50 പേരും ഒപ്പിട്ട് അവർ അംഗീകരിച്ച് പ്രസിഡൻറ്റിന് കൊടുക്കണം. ശേഷം ഇൻക്വയറി പ്രസിഡൻറ്റിന് കൊടുക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രസിഡൻറ്റിന് സമർപ്പിക്കാനുള്ളതിൽ അത്രയും പേരുടെ ഒപ്പ് വേണം, അത്രയും പേരുടെ അസെൻറ്റ് വേണം. അതിനുശേഷം സഭാ ചെയർമാൻ, ഇപ്പോൾ ലോക്സഭയാണെങ്കിൽ സ്പീക്കർ, രാജ്യസഭയാണെങ്കിൽ ചെയർമാൻ, വൈസ് പ്രസിഡൻറ്റ് അല്ലേ. അപ്പോൾ ലോക്സഭയിലാണെങ്കിൽ ചെയർമാനോ, രാജ്യസഭയിലാണെങ്കിൽ സ്പീക്കറോ, രാജ്യസഭയിലാണെങ്കിൽ ചെയർമാനോ ഇത് അഡ്മിറ്റ് ചെയ്ത ശേഷം വൺസ് ദ മോഷൻ ഈസ് അഡ്മിറ്റഡ്, the Speaker of the Lok Sabha or the Chairman of the Rajya Sabha constitutes a 3-member committee to investigate the allegations. This committee functions like a civil court, establishing charges, allowing the judge to present the defense and examining evidence. ഇപ്പോൾ ഈ യശ്വന്ത് അദ്ദേഹത്തിൻ്റെ പേര് യശ്വന്ത് വർമ്മയല്ലേ, ജസ്റ്റിസ് വർമ്മ, യശ്വന്ത് വർമ്മയ്ക്കെതിരെ അങ്ങനൊരു ഈ പറഞ്ഞ പോലെ ലോക്സഭയിലാണെങ്കിൽ 100 പേരും രാജ്യസഭയിലാണെങ്കിൽ 50 പേരും ഒപ്പിട്ടതിന് ശേഷം പ്രസിഡൻറ്റിന് കൊടുക്കുന്നു, അല്ലെങ്കിൽ ലോക്സഭയിൽ സ്പീക്കറിന് കൊടുക്കുമ്പോൾ അതിനുശേഷം അദ്ദേഹത്തിന് അത് അംഗീകരിക്കാം.
അദ്ദേഹത്തിന് അത് അംഗീകരിക്കാം, അല്ലെങ്കിൽ വേണമെങ്കിൽ റിജക്റ്റ് ചെയ്യാം. ആർക്ക്? അത് അഡ്മിറ്റ് ചെയ്യാം, അല്ലെങ്കിൽ വേണമെങ്കിൽ റിജക്റ്റ് ചെയ്യാം. സ്പീക്കറിനാണെങ്കിലും ഇപ്പുറത്ത് നമ്മുടെ രാജ്യസഭയിൽ ചെയർമാൻ ആണെങ്കിലും. അപ്പോൾ എന്താ നമ്മുടെ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്താ? ദ മോഷൻ ടു ഇംപീച്ച് എ ജഡ്ജ് ഓഫ് ദ സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ കനോട്ട് ബി റിജക്റ്റഡ് ബൈ ദ സ്പീക്കർ ഓഫ് ദ ലോക്സഭ എന്നുള്ള തെറ്റല്ലേ? തെറ്റാണ്. ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. റിജക്റ്റ് ചെയ്യാം. ഈ കൊടുക്കുന്നത് അതായത് എന്താ? ജഡ്ജസ് ഇൻക്വയറി ആക്ട് 1900 ഇങ്ങനെ തന്നെ പഠിക്കണം. നിങ്ങൾ ഇങ്ങനെ പഠിക്കുമ്പോഴേ അത് നിങ്ങളുടെ മൈൻഡിൽ ഇരിക്കത്തുള്ളൂ. ജഡ്ജസ് ഇൻക്വയറി ആക്ട് 1968 അനുസരിച്ച് ഒരു സിറ്റിംഗ് ജഡ്ജിയെ ഇംപീച്ച് ചെയ്യാനുള്ള മോഷൻ ലോക്സഭയിലാണെങ്കിൽ കുറഞ്ഞത് 100 പേര്, രാജ്യസഭയിലാണെങ്കിൽ കുറഞ്ഞത് 50 പേര് ഒപ്പിട്ടതിന് ശേഷം പ്രസിഡന്റിന്, ക്ഷമിക്കണം, ലോക്സഭയിലാണെങ്കിൽ സ്പീക്കർക്ക്, രാജ്യസഭയിലാണെങ്കിൽ ചെയർമാന് കൊടുക്കുന്നത് അദ്ദേഹത്തിന് റിജക്റ്റ് ചെയ്യാം, അഡ്മിറ്റ് ചെയ്യാം, എന്തും ചെയ്യാം. റിജക്റ്റ് ചെയ്യാൻ പാടില്ല എന്നുള്ളതില്ല. അപ്പോൾ അതുകൊണ്ട് സ്റ്റേറ്റ്മെൻറ്റ് നമ്പർ 1 തെറ്റാണ്. ഓക്കെ. അപ്പോൾ നമുക്കിനി വീണ്ടും ജഡ്ജസ് ഇൻക്വയറി ആക്ടിലോട്ട് വരാം. അപ്പോൾ നമ്മളങ്ങനെ ഇദ്ദേഹം അത് അക്സെപ്റ്റ് ചെയ്തതിന് ശേഷം ഇദ്ദേഹം ചെയ്യുന്ന എന്താ? ഒരു ഇൻക്വയറി കമ്മിറ്റി ഉണ്ടാക്കും. 3 അംഗ ഇൻക്വയറി കമ്മിറ്റി. ആ കമ്മിറ്റി ഒരു കോടതി പോലെ പ്രവർത്തിക്കും. എന്തിനാണ്? ഈ കുറ്റാരോപിതനായ വ്യക്തി, ഇപ്പം നമ്മുടെ കേസിൽ ജസ്റ്റിസ് യശ്വന്ത് വർമ്മയാന്ന് വിചാരിക്കും. ഇദ്ദേഹത്തിൻ്റെ വീട്ടിൽ തീപിടുത്തത്തിന് ശേഷം ഇത്രയും നോട്ടുകെട്ടുകൾ കണ്ടെത്തി. ഈ നോട്ടുകെട്ടുകൾ കണ്ടെത്തിയത് വേണമെങ്കിൽ ഒരു അന്വേഷണ ഏജൻസിയുടെ കോൺസ്പിറസി എന്ന് ഇദ്ദേഹത്തിന് പറയാമല്ലോ, ഇദ്ദേഹത്തിനെ കൊടുക്കാനായിട്ട് കൊണ്ടുവച്ചാന്ന് പറയാമല്ലോ. അപ്പോൾ അത് കേൾക്കാനൊരു സ്ഥലം വേണ്ടേ? അതിനാണ് ഈ 3 മെമ്പറായിട്ടുള്ള ഇൻക്വയറി കമ്മിറ്റി വെക്കുന്നത്. മനസ്സിലായോ? ആ 3 മെമ്പർ ഇൻക്വയറി കമ്മിറ്റിയിൽ ആരൊക്കെയാണുള്ളത്? ഒന്നില്ലെങ്കിൽ ചീഫ് ജസ്റ്റിസ്, ഇപ്പോൾ ഇരിക്കുന്ന സിറ്റിംഗ് ചീഫ് ജസ്റ്റിസ്, അല്ലെങ്കിൽ ഒരു സുപ്രീം കോടതി ജഡ്ജ്, പിന്നെ എന്താ, എ ചീഫ് ജസ്റ്റിസ് ഓഫ് ദ ഹൈക്കോർട്ട്, പിന്നെ എ ഡിസ്റ്റിങ്വിഷ്ഡ് ജൂറിസ്റ്റ്. അപ്പോൾ ഇത് ഓർത്തിരിക്കാൻ എളുപ്പമാണ്. എന്താ? ജഡ്ജസ് ഇൻക്വയറി ആക്ട് അനുസരിച്ച് ഈ 3 മെമ്പർ കമ്മിറ്റി ആരൊക്കെയാണ്? ഈ 3 മെമ്പർ കമ്മിറ്റി ഇത് അന്വേഷിക്കാൻ വെക്കുന്നത്. ഫസ്റ്റ് മേളിൽ നിന്ന് താഴോട്ട് വരുന്ന പോലെയല്ല. ഏറ്റവും പവറുള്ള കോടതി ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ സുപ്രീം കോടതി ജഡ്ജ്, താഴോട്ട് പിന്നെ ഇറങ്ങി ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസ്, പിന്നെ വരുന്ന ആരാ? പിന്നെ ഒരു ഡിസ്റ്റിങ്വിഷ്ഡ് ജൂറിസ്റ്റ്, ഒരു വളരെ പ്രമുഖനായിട്ടുള്ള ഒരു നീതിന്യായ അല്ലെങ്കിൽ ന്യായാധിപൻ വിദഗ്ധൻ, നീതിന്യായ വിദഗ്ധൻ എന്നൊക്കെ നമുക്ക് പറയാം. ഡിസ്റ്റിങ്വിഷ്ഡ് ജൂറിസ്റ്റ്. ഇപ്പോൾ ഒരു സാംസ്കാരിക വിദഗ്ധൻ, സിനിമാ വിദഗ്ധൻ. ഇപ്പോൾ സിനിമാ വിദഗ്ധൻ എന്ന് പറയുമ്പോൾ നമ്മളൊരു അടൂർ ഗോപാലകൃഷ്ണനെ പറയുമല്ലോ, അതുപോലെ ഒരു നീതിന്യായ വിദഗ്ധൻ അദ്ദേഹം. പിന്നെ എന്താ മേലോട്ട് പോകുമ്പോൾ ഒരു ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ്, അല്ലെങ്കിൽ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്, അല്ലെങ്കിൽ സുപ്രീം കോടതിയിലെ ഒരു ജഡ്ജ് അടങ്ങിയ ഈ 3 പേരടങ്ങിയ ഇൻക്വയറി കമ്മിറ്റിയാണ് ഈ വാദവും വിസ്താരവും ഒക്കെ കേൾക്കുന്നത്. കേട്ടതിന് ശേഷം എന്ത് സംഭവിക്കും? ദ കമ്മിറ്റി ഫങ്ഷൻസ് ലൈക്ക് എ സിവിൽ കോർട്ട്, എസ്റ്റാബ്ലിഷിംഗ് ചാർജസ്, അലോയിങ് ദ ജഡ്ജ് ടു പ്രസന്റ് എ ഡിഫൻസ് ആൻഡ് എക്സാമിനിങ് എവിഡൻസ്. തെളിവ് പരിശോധിച്ച് ഒരു തീരുമാനത്തിലെത്തും. പാർലമെന്ററി അഡ്രസ്. ഇഫ് ദ കമ്മിറ്റി ഫൈൻഡ്സ് എ ജഡ്ജ് ഗിൽറ്റി, ഇറ്റ്സ് റിപ്പോർട്ട് ഈസ് പ്രസന്റഡ് ടു പാർലമെന്റ്. ബോത്ത് ഹൗസസ് മസ്റ്റ് ദെൻ പാസ് എ മോഷൻ വിത്ത് എ സ്പെഷ്യൽ മെജോറിറ്റി, 2/3 ഓഫ് മെമ്പേഴ്സ് പ്രസന്റ് ആൻഡ് വോട്ടിംഗ് ഫോർ ദി അഡ്രസ് ടു ബി സെൻറ്റ് ടു ദി പ്രസിഡന്റ്. മനസ്സിലായോ? അപ്പോൾ എന്താ? ഈ കമ്മിറ്റി, ഇപ്പോൾ യശ്വന്ത് വർമ്മ ഇദ്ദേഹം കുറ്റക്കാരനാണെന്ന് തീരുമാനിച്ചു. ഈ കുറ്റാന്വേഷണ റിപ്പോർട്ട് എന്ത് ചെയ്യും? പാർലമെൻറ്റിൽ പ്രസൻറ്റ് ചെയ്യും. ശേഷം പാർലമെൻറ്റ് ഇത് ചർച്ച ചെയ്തതിന് ശേഷം ഒരു സ്പെഷ്യൽ മെജോറിറ്റി വേണം. എന്നിട്ട് ഇവിടെ ഒരു കാര്യം പറഞ്ഞിട്ടുള്ളൂ സ്പെഷ്യൽ മെജോറിറ്റിയുടെ. അന്ന് പ്രസൻ്റ് ആയിട്ടുള്ള വോട്ട് ചെയ്യുന്ന ആൾക്കാരുടെ 2/3 ഭൂരിപക്ഷം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് മാത്രമല്ല, മൊത്തത്തിൽ ആ ഹൗസിൻ്റെ അംഗത്വം എത്രയാണോ അതിൻ്റെ ഭൂരിപക്ഷവും വേണം. കാരണം അന്ന് വളരെ കുറവ് ആൾക്കാരാണ് പ്രസൻ്റ് ആയിരിക്കുന്നതെങ്കിൽ അതൊരു ഭൂരിപക്ഷം അല്ലല്ലോ. അതാണ് അതിൻ്റെ ലോജിക്ക്. മനസ്സിലായോ? ആകെ ഇപ്പോൾ 500 കൂടുതൽ ആൾക്കാരുള്ളതിൽ 4 പേര് മാത്രം വോട്ട് ചെയ്തിട്ട് അതിനകത്ത് ഭൂരിപക്ഷം എടുക്കാൻ പറ്റില്ലല്ലോ. അവരുടെ മൊത്തത്തിലുള്ള ഭൂരിപക്ഷം വേണം. എന്നാൽ പ്രസൻ്റായി വോട്ട് ചെയ്തിട്ടുള്ളവരുടെ എന്താ 4/3 വോട്ടും വേണം. അങ്ങനെ 4/3 വോട്ടും കൂടി ഉണ്ടെങ്കിലേ ഇത് പാസ്സാവുകയുള്ളൂ. പാസ്സായതിനു ശേഷം എന്താ? പ്രസിഡന്റിനെ അയക്കുന്നു. റിമൂവൽ ഓഫ് ദ ജഡ്ജ്. ദ പ്രസിഡന്റ് ക്യാൻ ദെൻ ഇഷ്യൂ ആൻ ഓർഡർ ടു റിമൂവ് ദ ജഡ്ജ് ഫ്രം ഓഫീസ് ആഫ്റ്റർ റിസീവിംഗ് ദ അഡ്രസ് ഫ്രം പാർലമെന്റ്. ജഡ്ജസ് റൈറ്റ്സ്. ദി ആക്ട് എൻഷുർസ് ദ ജഡ്ജ് ഹാസ് ദ റൈറ്റ് ടു ഡിഫെൻഡ് ദംസെൽസ്, ടു ബി റെപ്രസെന്റഡ് ബൈ കൗൺസിൽ ആൻഡ് ടു റിസീവ് എ കോപ്പി ഓഫ് ദ ചാർജസ്. ഏതൊരു കുറ്റാരോപിതനുമുള്ള അവകാശങ്ങൾ പോലെ അദ്ദേഹത്തിനുള്ള അവകാശങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ. ഇത്തരത്തിൽ എന്താ? സ്പെഷ്യൽ മെജോറിറ്റിയോടുകൂടി പാർലമെൻറ്റ് പാസ്സാക്കിയ ശേഷം പ്രസിഡന്റിനെ അയക്കുന്നു. പ്രസിഡന്റ് അത് ഒപ്പുവയ്ക്കുമ്പോൾ എന്താ? ഇദ്ദേഹത്തിനെ നീക്കാനുള്ള നടപടി ഒഫീഷ്യലി നോട്ടിഫൈ ആകുന്നു. അതാണ് ജഡ്ജസ് ഇൻക്വയറി ആക്ട് 1968 അനുസരിച്ച് പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഓൾറെഡി നമ്മൾ പറഞ്ഞു, ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് അതായത് മോഷൻ ടു ഇംപീച്ച് എ ജഡ്ജ് ഓഫ് ദ സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ കനോട്ട് ബി റിജക്റ്റഡ് ബൈ ദി സ്പീക്കർ ഓഫ് ദ ലോക്സഭ എന്നുള്ളത് തെറ്റാണ്, റിജക്റ്റ് ചെയ്യാം. രണ്ടാമത്തെ എന്താ? ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ഡിഫൈൻസ് ആൻഡ് ഗീവ്സ് ഡീറ്റെയിൽസ് ഓഫ്
വാട്ട് കോൺസ്റ്റിറ്റ്യൂട്ട്സ് ഇൻകപ്പാസിറ്റി ആൻഡ് പ്രൂവ്ഡ് മിസ്ബിഹേവിയർ ഓഫ് ദ ജഡ്ജസ് ഓഫ് സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ എന്നുള്ളതാണ്. അപ്പോൾ ചില വാക്കുകൾ ഇതിനെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ഈ വാക്ക് കണ്ടോ, ഇൻകപ്പാസിറ്റി ആൻഡ് പ്രൂവ്ഡ് മിസ്ബിഹേവിയർ, ഇതാണ് ജഡ്ജി കുറ്റക്കാരനാണെന്നുള്ളതിനുള്ളൊരു വേർഡ് കോൺസ്റ്റിറ്റ്യൂഷനിൽ വരുന്നത്. ഇൻകപ്പാസിറ്റി, വർക്ക് ചെയ്യാനുള്ള ഇപ്പോൾ മാനസികമായിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു സ്ഥിരതയില്ലെങ്കിൽ, അല്ലെങ്കിൽ ആരോഗ്യപരമായ പ്രശ്നമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പ്രൂവ്ഡ് മിസ്ബിഹേവിയർ, ഇതുപോലെ ഇദ്ദേഹത്തിൻ്റെ കേസിലെ പോലെ വീട്ടിൽ ഇത്രയും പൈസ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട് അന്യായമായ രീതിയിലെങ്കിൽ, അങ്ങനെ ഉണ്ടെങ്കിൽ അതാണൊരു ക്രൈറ്റീരിയ. അത് ഡിഫൈൻ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ഡസ് നോട്ട് ഡിഫൈൻ ഓർ പ്രൊവൈഡ് എനി ഡീറ്റെയിൽസ്. മനസ്സിലായോ? ഇതിനുള്ളൊരു ഡീറ്റെയിൽസ് കോൺസ്റ്റിറ്റ്യൂഷൻ വളരെ അക്കമിട്ട് നിരത്തിയിട്ടൊന്നുമില്ല. അതുകൊണ്ട് 2 നമുക്ക് കറക്റ്റാന്ന് പറയാൻ പറ്റില്ല. 2 നമുക്ക് കറക്റ്റാന്ന് പറയാനായിട്ട് പറ്റില്ല. പിന്നെ അടുത്ത മൂന്നാമത്തെ, ദ ഡീറ്റെയിൽസ് ഓഫ് ദ പ്രോസസ് ഓഫ് ഇംപീച്ച്മെൻറ്റ് ഓഫ് ദ ജഡ്ജസ് ഓഫ് ദ സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ ആർ ഗിവൻ ഇൻ ദ ജഡ്ജസ് ഇൻക്വയറി ആക്ട് 1968. അത് വളരെ കണ്ണും പൂട്ടി നമുക്ക് പറയാൻ സത്യമാണ്. കാരണം ഇപ്പോൾ നമ്മൾ ജഡ്ജസ് ഇൻക്വയറി ആക്റ്റിലൂടെയാണ് നമ്മൾ ഇത്രയും നേരം കണ്ടത്. കണ്ടത് ജഡ്ജസിനെ ഇംപീച്ച് ചെയ്യാനുള്ള പ്രക്രിയകൾ. ആ പ്രക്രിയ അതിലുണ്ടെന്നല്ലേ ഇത് പറയുന്നത്. അപ്പോൾ അത് 3 കറക്റ്റാണ് അല്ലേ? 3 കറക്റ്റാണ്. നാലാമത്തെ ഇഫ് ദ മോഷൻ ഫോർ ദ ഇംപീച്ച്മെൻറ്റ് ഓഫ് എ ജഡ്ജ് ഈസ് ടേക്കൺ അപ്പ് ഫോർ വോട്ടിംഗ്, the law requires the motion to be backed by each house of the parliament and supported by a majority of the total membership of that house and by not less than 2/3 of total members of that house present and voting. ഒന്നുമില്ല, പറഞ്ഞിരിക്കുന്നത് ഇത്രയാണ്. ഇത്തരത്തിൽ സ്പീക്കറോ ചെയർമാനോ അതിന് അംഗീകാരം കൊടുത്തതിന് ശേഷം അത് വോട്ടിന് ഇട്ട് കഴിഞ്ഞാൽ ആ ഹൗസിലെ ഏത് ഹൗസിലാണോ വോട്ട് നടക്കുന്നത് ആ ഹൗസിൻ്റെ മൊത്തം അംഗത്വത്തിൻ്റെ ഭൂരിപക്ഷം വേണം. അതേപോലെ തന്നെ അന്ന് പ്രസൻ്റ് ആയിട്ടുള്ള എത്ര പേരാണോ വോട്ട് ചെയ്യുന്നത് അതിൽ 3/2 ഭൂരിപക്ഷത്തിൽ കുറയാത്ത ഭൂരിപക്ഷം വേണം. ഇതാണല്ലോ സ്പെഷ്യൽ മെജോറിറ്റി പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അതും സത്യമാണ്. അപ്പോൾ 3ഉം 4ഉം 3, both 3 and 4, ഓപ്ഷൻ സി ആണ് ഇതിൽ കറക്റ്റ്. മനസ്സിലായല്ലോ? അപ്പോൾ ഓപ്ഷൻ സി, both 3 and 4 ആണ് കറക്റ്റ്. അപ്പോൾ ജഡ്ജസ് ഇൻക്വയറി ആക്ട് അതിലൂടെ നമുക്ക് മനസ്സിലായി 1968 ആണ്. അതിൻ്റെ പ്രക്രിയകൾ മനസ്സിലായി അല്ലേ? പ്രക്രിയകൾ മനസ്സിലായി. അതിലെ 3 മെമ്പർ കമ്മിറ്റിയുടെ സ്ട്രക്ചർ മനസ്സിലായി. അവസാനം പ്രസിഡൻ്റാണ് റിമൂവ് ചെയ്യുന്നതെന്നുള്ള കാര്യവും മനസ്സിലായി. ഒന്നുകൂടെ കേൾക്കുക, ആ പ്രോസസ്സ് കറക്റ്റ് ഫ്ലോ ചാർട്ട് പോലെ എഴുതി നിങ്ങൾ വെക്കുക. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ പോലെ ഏറ്റവും റീസെൻറ്റ് കേസ് ഇതാണ്. യശ്വന്ത് വർമ്മയുടെ കേസാണ് നടന്നത്. പിന്നെ മറ്റൊരു കാര്യം, സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇതുവരെ ഒരു ജഡ്ജും ഇംപീച്ച് ചെയ്യപ്പെട്ടിട്ടില്ല. പാർലമെൻറ്റിൻ്റെ ആക്ഷനിലൂടെ പുറത്താക്കപ്പെട്ടിട്ടില്ല. അതിൻ്റെ അർത്ഥം ഇതുവരെ ഇംപീച്ച്മെൻറ്റ് മോഷൻ വന്നിട്ടില്ലേ എന്ന് ചോദിച്ചാൽ അല്ല, ഇംപീച്ച്മെൻറ്റ് മോഷൻ വന്നിട്ടുണ്ട്. അതിൻ്റെ ചരിത്രങ്ങളാണ് നമ്മളിവിടെ കാണുന്നത്. ആദ്യത്തെ ഒരു പേര് നിങ്ങൾ ഓർക്കേണ്ടത് സൗമിത്ര സെൻ. ആ പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം, ബംഗാളുമായിട്ട് ബന്ധപ്പെടുത്തിയാൽ മതി. സെൻ എന്ന് പറഞ്ഞ സർനെയിം. അപ്പോൾ കൽക്കട്ട ഹൈക്കോർട്ട് എന്താ പറഞ്ഞിരിക്കുന്നത്? എ ഫോർമർ ജഡ്ജ് ഓഫ് ദ കൽക്കട്ട ഹൈക്കോർട്ട്. He was the first judge to be impeached by the Rajya Sabha in 2011 for financial misappropriation, but he resigned before the Lok Sabha could complete the process. കണ്ടോ, ആ പ്രോസസ്സ് കംപ്ലീറ്റ് ആവുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം രാജിവെച്ചു. 2011 ഇദ്ദേഹം അനധികൃതമായിട്ട് സ്വത്ത് സമ്പാദന കേസിലാണ് ഇംപീച്ച്മെൻറ്റ് വന്നത്. അനധികൃതമായിട്ടൊരു ജഡ്ജിക്ക് സ്വത്ത് സമ്പാദനം വരുമ്പോൾ ഒബ്വിയസ്ലി സംശയങ്ങളും ഉണ്ടാവും. മനസ്സിലായില്ലേ? ആ സംശയങ്ങൾ ഉണ്ടാകുമ്പോൾ അദ്ദേഹത്തിനെ റിമൂവ് ചെയ്യാനാണ് ഇനി ഇംപീച്ച്മെൻറ്റ് മോഷൻ. അതാണ് 1968 ജഡ്ജസ് ഇൻക്വയറി ആക്റ്റിലൂടെ വന്നത്. അത് വെച്ച് അദ്ദേഹത്തിനെ റിമൂവ് ചെയ്യാൻ നോക്കിയപ്പോൾ എന്ത് ചെയ്തു? എന്നെ പുറത്താക്കുന്നതിന് മുമ്പ് ഞാൻ രാജിവെക്കും, രാഷ്ട്രീയക്കാർ പറയില്ലേ, അതുപോലെ തന്നെ അദ്ദേഹം രാജിവെച്ചു. സൗമിത്ര സെൻ 2011 കൽക്കട്ട ഹൈക്കോർട്ട്. പിന്നെ കുറച്ചുകൂടെ പുറകോട്ട് പോയാൽ എനിക്ക് തോന്നുന്നു PV നരസിംഹറാവുവിൻ്റെ സമയത്താണ്, 93 വി രാമസ്വാമി ആസ് ദ ഫസ്റ്റ് സുപ്രീം കോർട്ട് ജഡ്ജ് ടു ഫേസ് ഇംപീച്ച്മെൻറ്റ് പ്രൊസീഡിങ്സ് ഇൻ 1993 ഫോർ എക്സ്ട്രാവജൻറ്റ് സ്പെൻഡിങ്. The motion against him in the Lok Sabha failed because the ruling party abstained from voting. ഭരണകക്ഷി അതിൽ നിന്ന് വിട്ടു നിന്നുകൊണ്ട് ഞാൻ പറഞ്ഞ നേരത്തെ കേസ് സ്പെഷ്യൽ മെജോറിറ്റി വന്നില്ല. മനസ്സിലായോ? പ്രസൻ്റ് ആയവരുടെ മാത്രമല്ല, ആ ഹൗസിൻ്റെ മെജോറിറ്റിയും കൂടെ വേണ്ടേ, അത് വന്നില്ല. അപ്പോൾ വി രാമസ്വാമിയുടെ കേസ്. പിന്നെ ഈ പറഞ്ഞ അതർ കേസസ്, other judges such as P.D. Dinagaran and J.B. Pardiwala have also faced impeachment proceedings, but they either resigned or the process was dropped. More recently, impeachment proceedings were initiated against Allahabad High Court Judge, നമ്മളിപ്പോൾ പറഞ്ഞ കേസ്, ജസ്റ്റിസ് യശ്വന്ത് വർമ്മ, ആഫ്റ്റർ എ ഫയർ അറ്റ് ഹിസ് റെസിഡൻസ്, നമ്മളിപ്പോൾ പറഞ്ഞ കേസിൽ. അപ്പോൾ ഇത്തരത്തിലുള്ള ഇംപീച്ച്മെൻറ്റ് മോഷൻസ് വന്നിട്ടുണ്ടെങ്കിലും ഇതൊന്നും തന്നെ ഒരു തീർപ്പിലോട്ട് എത്തിയിട്ടില്ല. അതിൻ്റെ ശരിയായ ജഡ്ജസ് ഇൻക്വയറി ആക്ട് 1968 അനുസരിച്ചുള്ള പ്രസിഡൻറ്റ് ഒപ്പിട്ട് അദ്ദേഹത്തിനെ ആ പദവിയിൽ നിന്ന് നീക്കുന്നത് വരെയുള്ള
ഘട്ടം വരെ എത്തിയിട്ടില്ല. ഒന്നില്ലെങ്കിൽ ഇത്തരത്തിലുള്ള ടെക്നിക്കാലിറ്റീസ്, അല്ലെങ്കിൽ അദ്ദേഹം രാജിവെച്ച സൗമിത്ര സെന്നെ പോലെ ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് നടന്നിട്ടുള്ളത്. അപ്പോൾ ഇത് ഇപ്പോൾ മറക്കില്ലല്ലോ, ജഡ്ജസ് ഇൻക്വയറി ആക്ട്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. വീണ്ടും 2019 സിവിൽ സർവീസ് പ്രിലിംസ് എന്നുള്ള ചോദ്യമാണ്. ചോദ്യം നോക്കാം. വിത്ത് റെഫറൻസ് ടു ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ, പ്രൊഹിബിഷൻസ് ഓർ ലിമിറ്റേഷൻസ് or provisions contained in ordinary laws cannot act as prohibitions or limitations on the constitutional powers under Article 142. It could mean which one of the following? See, ഈ ഒരു ക്വസ്റ്റ്യൻ ഞാൻ എഴുതുമ്പോൾ അല്ലെങ്കിൽ നോക്കുമ്പോൾ എനിക്ക് മൈൻഡിൽ വന്നൊരു കാര്യമാണ്. നമ്മൾ ചാനലിൽ മാത്സുമായിട്ട് ബന്ധപ്പെട്ട ക്ലാസ്സസ് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ മനസ്സിലാവും. എസ്പെഷ്യലി SSCക്ക് ഉള്ള മാത്സ് അത് സോൾവ് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് ടൈം കൺസ്ട്രെയിൻ ഉള്ളതുകൊണ്ട് നമ്മളെപ്പോഴും എന്താ പറയുക, ചോദ്യത്തിലെ ഓപ്പറേഷൻസ് മുഴുവൻ ചെയ്യണോ, അല്ലെങ്കിൽ ചോദ്യത്തിലൊരു കണക്ക് നമ്മൾ ചെയ്യണമെങ്കിൽ അത് മുഴുവൻ ഇരുന്ന് ചെയ്ത് അവസാനം വരെ ഇട്ട് അണ്ടർലൈൻ ഇട്ട് അതെടുത്ത് നമ്മൾ ഓപ്ഷൻസിലുണ്ടോ നോക്കി ടിക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു പക്ഷേ ചോദ്യത്തിലെ സംഖ്യകളുടെ ഇടയിൽ ഒരു പാറ്റേൺ ഉണ്ടാകാം. ആ ചോദ്യത്തിലെ സംഖ്യകളുടെ ഘടകങ്ങളോ ഗുണിതങ്ങളോ ഒക്കെ ഓപ്ഷൻസിൽ വരാം. ചിലപ്പോൾ ഒരേ ഒരു ഓപ്ഷൻ മാത്രമേ ലോജിക്കലായിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പെട്ടെന്ന് വരാനേ ഉള്ളൂ. അപ്പോൾ നമ്മൾ കണക്ക് ചെയ്യാതെ തന്നെ നമുക്കത് ടിക്ക് ചെയ്ത് വിടാം ആ ഓപ്ഷൻ. അപ്പോൾ എന്താ, ചോദ്യത്തിൽ ഈ ചോദ്യത്തിൻ്റെ ബോഡിയിൽ അടങ്ങിയിട്ടുള്ള നമ്മൾ അങ്ങനെ ഒരു സർജിക്കലായിട്ട് നമ്മൾ ഇനിയുള്ള കാലത്ത് ഇങ്ങനെയുള്ള പരീക്ഷകളെ നമ്മൾ അപ്രോച്ച് ചെയ്യുമ്പോൾ ഒരു ശസ്ത്രക്രിയാ വിദഗ്ധൻ എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ഒരു പേഷ്യൻറ്റിൻ്റെ ബോഡിയെ കാണുന്ന ആ ഒരു വൈദഗ്ധ്യത്തോടും ആ ഒരു നിരീക്ഷണ പാഠവത്തോടും കൂടി നമ്മൾ ചോദ്യങ്ങളെ അഭിമുഖീകരിക്കണം. കാരണം ഇത്തരത്തിലുള്ള പരീക്ഷകളൊക്കെ നമ്മുടെ അങ്ങനത്തെ ഉള്ള സ്കിൽസ് കൂടെ നോക്കുന്നതാണ്. ബിക്കോസ് വി ആർ ഗോയിങ് ഇൻ ടു അഡ്മിനിസ്ട്രേറ്റീവ് റോൾസ്. അതിപ്പോൾ നിങ്ങൾ UPSC എഴുതിയിട്ട് സിവിൽ സർവൻ്റ് ആയിട്ട് പോവുകയാണെങ്കിലും, നിങ്ങൾ താഴെയുള്ള ജോലികൾ ചെയ്യുകയാണെങ്കിലും നിങ്ങളൊരു സിവിൽ സർവൻ്റാണ്. നിങ്ങൾ അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ട് റോളിലാണ് പോകുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള കഴിവുകൾ, അനലിറ്റിക്കലായിട്ടുള്ള കഴിവുകളാണ് നിങ്ങളവിടെ അവർ നോക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ അനലിറ്റിക്കലായിട്ടുള്ള കഴിവുകൾ നോക്കുമ്പോൾ അത്തരത്തിൽ നമ്മൾ ചിന്തിക്കണം. അപ്പോൾ ഈ ചോദ്യത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ആദ്യത്തെ ഭാഗം വായിക്കുമ്പോൾ മുഴുവൻ നമുക്കൊരു കുറച്ച് പ്രശ്നം എടുക്കും. ഇപ്പോൾ വിത്ത് റെഫറൻസ് ടു ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ, പ്രൊഹിബിഷൻസ് ഓർ ലിമിറ്റേഷൻസ് ഓർ പ്രൊവിഷൻസ് കണ്ടെയ്ൻഡ് ഇൻ ഓർഡിനറി ലോസ് കനോട്ട് ആക്ട് ആസ് പ്രൊഹിബിഷൻസ് ഓർ ലിമിറ്റേഷൻസ് ഓൺ ദ കോൺസ്റ്റിറ്റ്യൂഷണൽ പവേഴ്സ് അണ്ടർ ആർട്ടിക്കിൾ 142. അപ്പോൾ അത്രയും നമ്മളെ ലാംഗ്വേജിനെ കുറിച്ച് ചിന്തിക്കാതെ തന്നെ ആർട്ടിക്കിൾ 142 എന്നൊരു വാക്ക് കണ്ടു. അപ്പോൾ ഈ ആർട്ടിക്കിൾ 142 എന്ന കാര്യം നമുക്ക് അറിയുമെങ്കിൽ, ആ കാര്യവുമായിട്ട് ബന്ധപ്പെട്ട ഒരേ ഒരു ഓപ്ഷനെ ABCD ഉള്ളെങ്കിൽ നമുക്ക് ആ ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ പോരെ. ഇനിയിപ്പോൾ ആ ആർട്ടിക്കിളുമായിട്ട് ബന്ധപ്പെട്ട 2 ഓപ്ഷൻ ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ അങ്ങനെ കൂടുതൽ പോവുക. ആർട്ടിക്കിളായിട്ട് ബന്ധപ്പെട്ട 4 ഓപ്ഷൻ ഉണ്ടെന്ന് വിചാരിക്കുക. അങ്ങനെ കൂടുതലായിട്ട് പോവുക. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ അത് ചിന്തിക്കണം. അല്ലാതെ ചിലപ്പോൾ നമ്മൾ ഈ ക്വസ്റ്റ്യനിലെ ഈ ഭാഷ കട്ടിയായിട്ടുള്ള ഈ ഭാഗം വായിച്ച് മനസ്സിലാക്കാനായിട്ട് വീണ്ടും ശ്രമിക്കുമ്പോൾ ചിലപ്പോൾ അത്രയും സമയം പോകും. സോ ആർട്ടിക്കിൾ 142 എന്നത് ലോക്ക് ചെയ്യുക. ഉടനെ ആർട്ടിക്കിൾ 142 എന്താ നോക്കുക. നമുക്ക് ഇവിടെ നോക്കാം. എന്താ പറയുന്നത്, ആർട്ടിക്കിൾ 142 ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഗ്രാൻസ് ദ സുപ്രീം കോർട്ട് ദ പവർ ടു പാസ് എനി ഓർഡർ നെസസറി ടു എൻഷുവർ കംപ്ലീറ്റ് ജസ്റ്റിസ്. കണ്ടോ, കംപ്ലീറ്റ് ജസ്റ്റിസ് എന്നുള്ളത് കോമാസിൽ കൊടുത്തിരിക്കുന്നതാണ്. ഇമ്പോർട്ടൻ്റ് ആണ് കംപ്ലീറ്റ് ജസ്റ്റിസ്. ഞാൻ നേരത്തെ പറഞ്ഞു, ഇംപീച്ച്മെൻറ്റിൻ്റെ കേസിൽ ഒരു പ്രത്യേക ഫ്രേസ് ഇമ്പോർട്ടൻ്റ് ആയിരുന്നു അല്ലേ, ഇൻകപ്പാസിറ്റിയും പ്രൂവ്ഡ് മിസ്ബിഹേവിയറും. അതുപോലെ തന്നെ ഇവിടെ കംപ്ലീറ്റ് ജസ്റ്റിസ് ഇൻ എനി കേസ് ഓർ മാറ്റർ ബിഫോർ ഇറ്റ്. So this allows the court to go beyond existing laws to fill legislative gaps, create new guidelines, and ensure justice when statutes are insufficient. So while seen by proponents as a necessary tool for justice, അതിപ്പോൾ പറയാം കാര്യം എന്താണെന്ന് പറയാം. അതായത് ആർട്ടിക്കിൾ 142, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഈ ഭാഷ വായിച്ച് മനസ്സിലാക്കാനായിട്ട് ബുദ്ധിമുട്ടുന്നു. അതുകൊണ്ട് ആർട്ടിക്കിൾ 142 എന്നുള്ളതിൽ ലോക്ക് ചെയ്യുന്ന വേർഡിൽ ആർട്ടിക്കിൾ 142 എന്നുള്ളത് നമ്മുടെ ബ്രെയിനകത്ത് നമ്മൾ എങ്ങനെ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത് എടുക്കുന്നു. അപ്പോൾ നമ്മൾ പഠിച്ചു വെച്ചതനുസരിച്ച് ആർട്ടിക്കിൾ 142 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോടതിക്ക് കംപ്ലീറ്റ് ജസ്റ്റിസ് നടപ്പിലാക്കാനുള്ള സ്വാതന്ത്ര്യമാണ്. അതായത് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിയമനിർമ്മാണ സഭ ലെജിസ്ലേറ്റീവ് അസംബ്ലി പാസ്സാക്കിയ നിയമങ്ങൾ, ചില വിഷയങ്ങൾ കോടതിയുടെ മുന്നിലോട്ട് വരുമ്പോൾ ആ ലെജിസ്ലേറ്റീവ് അസംബ്ലി പാസ്സാക്കിയ നിയമങ്ങൾ പോരാതെ വരും. അയ്യോ, ഇതിൻ്റെ ഒരു നിയമം ഇല്ലല്ലോ, ഇതിൻ്റെ ഒരു സ്റ്റാറ്റ്യൂട്ട് ഇല്ലല്ലോ എന്ന് വരും. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, ടു ഫിൽ ലെജിസ്ലേറ്റീവ് ഗ്യാപ്സ്. ലെജിസ്ലേച്ചറിനെ കൊണ്ട് അടയ്ക്കാൻ പറ്റാത്ത ഗ്യാപ്പുകൾ, അടയ്ക്കാൻ പറ്റാത്ത ഓട്ടകൾ, ആ ഓട്ടകൾ അത് മൂടിക്കൊണ്ട് അതിനകത്ത് കംപ്ലീറ്റ് ജസ്റ്റിസ്, നീതി നടപ്പാക്കാനായിട്ട് കോടതിക്ക് ഏതറ്റം വരെയും പോകാം. ദിസ് അലോസ് ദ കോർട്ട് ടു ഗോ ബിയോണ്ട് എക്സിസ്റ്റിംഗ് ലോസ് ടു ഫിൽ ലെജിസ്ലേറ്റീവ് ഗ്യാപ്സ്, ക്രിയേറ്റ് ന്യൂ ഗൈഡ് ലൈൻസ്, പുതിയ മാർഗ്ഗനിർദ്ദേശങ്ങൾ ഉണ്ടാക്കാം, ആൻഡ് എൻഷുവർ ജസ്റ്റിസ് വെൻ സ്റ്റാറ്റ്യൂട്ട്സ് ആർ ഇൻസഫിഷ്യൻറ്റ്. നടപ്പിലാക്കിയ അല്ലെങ്കിൽ പ്രാബല്യത്തിൽ കൊണ്ടുവന്നിരിക്കുന്ന നിയമങ്ങൾ
അത് അത് സഫീഷ്യൻ്റ് ആവാതെ വരുമ്പോൾ അതിനെ മറികടക്കാനായിട്ട് എന്ത് ചെയ്യണം കോർട്സ്? അതാണ് ആർട്ടിക്കിൾ 142 പറയുന്നത്, ടു എൻഷുർ കംപ്ലീറ്റ് ജസ്റ്റിസ്. അതിനുവേണ്ടി ശ്രമിക്കാം. അപ്പോൾ എന്താ പറഞ്ഞിരിക്കുന്നത്? വൈൽ സീൻ ബൈ പ്രോപ്പണൻസ് ആസ് എ നെസസറി ടൂൾ ഫോർ ജസ്റ്റിസ് ഇൻ എക്സെപ്ഷണൽ സർക്കംസ്റ്റാൻസസ്, ക്രിട്ടിക്സ് എക്സ്പ്രസ് കൺസേൺ ഓവർ ഇറ്റ്സ് പൊട്ടൻഷ്യൽ ഫോർ ഓവർ റീച്ച് ആൻഡ് അഡ്വക്കേറ്റ് ഫോർ ക്ലിയറർ ഗൈഡ് ലൈൻസ്. അതായത് ഇതിനെ അനുകൂലിക്കുന്നവർ എന്ത് പറയുന്നു? ചില എക്സെപ്ഷണൽ സർക്കംസ്റ്റാൻസസിൽ, ചില അസാധാരണ സാഹചര്യങ്ങളിൽ ഈ ഉള്ള നിയമങ്ങൾ പോരല്ലോ, അപ്പോൾ കോടതിക്ക് അവകാശം കൊടുക്കുന്നത് നല്ലതല്ലേ, കോടതിക്ക് സ്വന്തമായിട്ട് തീരുമാനിക്കാൻ കോമൺ സെൻസ് അനുസരിച്ച്. പക്ഷെ ചിലർ പറയുന്നു എന്നാൽ ഇത് ജുഡീഷ്യൽ ആക്ടിവിസം എന്ന് പറഞ്ഞ വേർഡും ഈ അടുത്ത് കറൻ്റായിട്ടുള്ള നമ്മൾ വാർത്തയും ആനുകാലികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുമ്പോൾ നമ്മുടെ രാജിവെച്ച ജഗദീപ് ധൻഖർ രാജ്യസഭാ ചെയർമാനായിരുന്ന സമയത്ത് അദ്ദേഹം കോടതിക്കെതിരെ പരാമർശിച്ചിട്ടുണ്ടായിരുന്നു, ജുഡീഷ്യൽ ആക്ടിവിസം നല്ലതല്ല, ലെജിസ്ലേച്ചറിലോട്ട് ഒരുപാട് കൈകടത്തുന്നത് നല്ലതല്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു പാർലമെൻറ്റും ജുഡീഷ്യറിയും തമ്മിലുള്ള ഒരു വടംവലിയും ഇതിൻ്റെ ക്രിറ്റിസിസത്തിൽ വരുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെയാണെങ്കിലും 142 എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ കോടതിക്ക് കൊടുക്കുന്ന റൈറ്റാണ്. എന്തിന്? ചില എക്സിസ്റ്റിംഗ് ലോസിലുള്ള ഗ്യാപ്പുകളോ അല്ലെങ്കിൽ അവരുടെ അപര്യാപ്തതയോ, ചില അസാധാരണമായ സന്ദർഭങ്ങളെ നേരിടുന്നതിലുള്ള നിലവിലുള്ള നിയമങ്ങളുടെ അപര്യാപ്തതയെ മറികടക്കാനായിട്ട് കോടതികൾക്ക് കൊടുക്കുന്ന അധികാര പരിധിയാണ് ആർട്ടിക്കിൾ 142 എന്ന് നമുക്ക് മനസ്സിലായല്ലോ. ഇനി അതനുസരിച്ച് നമുക്ക് ഓപ്ഷനിൽ നോക്കിയാൽ പോരെ. ഓപ്ഷൻ എ എന്താ? ദ ഡിസിഷൻസ് ടേക്കൺ ബൈ ദി ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ വൈൽ ഡിസ്ചാർജിങ് ഇറ്റ്സ് ഡ്യൂട്ടീസ് കനോട്ട് ബി ചലഞ്ച് ഇൻ എനി കോർട്ട് ഓഫ് ലോ. അത് ഈ പറഞ്ഞതുമായിട്ട് ബന്ധമേ വരുന്നില്ല. The Supreme Court of India is not constrained by laws made by the Parliament in the exercise of its powers for ensuring complete justice. കണ്ടോ, കംപ്ലീറ്റ് ജസ്റ്റിസ് ഈ ആർട്ടിക്കിളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഫ്രേസ് അവിടെ വന്നു. അപ്പോൾ ബി ആ നമുക്ക് ഉറപ്പിക്കാം. അപ്പോൾ നമ്മൾ വേറെ അതിനകത്ത് ചിന്തിക്കേണ്ട കാര്യമില്ല. അപ്പോൾ നമുക്ക് ബി ആന്ന് ഉറപ്പിക്കാം. ഇപ്പോൾ സി നമ്മൾ വായിച്ചു നോക്കിയാൽ, ഇൻ ദ ഇവൻറ്റ് ഓഫ് ദ ഗ്രേവ് ഫൈനാൻഷ്യൽ ക്രൈസിസ് ഇൻ ദ കൺട്രി ദ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ക്യാൻ ഡിക്ലെയർ ഫൈനാൻഷ്യൽ എമർജൻസി. അത് വരുന്നില്ല. ഇപ്പോൾ ഡി എടുത്തു കഴിഞ്ഞാൽ സ്റ്റേറ്റ് ലെജിസ്ലേച്ചേഴ്സ് കനോട്ട് മേക്ക് ലോസ് ഓൺ സർട്ടൺ മാറ്റേഴ്സ് വിത്തൗട്ട് ദ കൺകറൻസ് ഓഫ് യൂണിയൻ ലെജിസ്ലേച്ചർ. അതിലും ഈ മാറ്റർ വരുന്നേ ഇല്ല. അപ്പോൾ ബി കണ്ടോ, ആ കംപ്ലീറ്റ് ജസ്റ്റിസ് എന്ന് പറഞ്ഞ ഫ്രേസ്, ഇങ്ങനെയുള്ള ചില ഫ്രേസുകൾ ഇങ്ങനെ നിങ്ങൾ ഇപ്പോൾ നമ്മൾ പഠിപ്പിക്കുന്ന ലെക്ചേഴ്സിലാണെങ്കിലും ഓരോ ആർട്ടിക്കിൾസ് വരുമല്ലോ ഇനി നമ്മൾ അടുത്ത ചാപ്റ്റേഴ്സിൽ വരുമ്പോൾ. അപ്പോൾ ഇതിനകത്തുള്ള ഇങ്ങനത്തെ ഫ്രേസസ് ഉണ്ടല്ലോ, ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഞാൻ ചിലപ്പോൾ റെഡിങ്ങിലോ അല്ലെങ്കിൽ ഇൻവേർട്ടഡ് കോമേഴ്സിലോ ഇങ്ങനത്തെ ഫ്രേസസ് കൊടുക്കും. ആ ഫ്രേസസ് എപ്പോഴും നിങ്ങൾ നോട്ട്സിൽ എഴുതി വെക്കണം. ഇപ്പോൾ ഒരു ആർട്ടിക്കിൾ 142 ഉണ്ട്, അതിൻ്റെ നേരെ എഴുതിയിട്ട് എന്താ കംപ്ലീറ്റ് ജസ്റ്റിസ് ഇൻവേർട്ടഡ് കോമേഴ്സിൽ, അല്ലെങ്കിൽ നേരത്തെ പഠിച്ച പോലെ ജഡ്ജസ് ഇൻക്വയറി ആക്ട് 1968 ഉണ്ട്, നേരെ എന്താ ഇൻകേപ്പബിലിറ്റി അല്ലെങ്കിൽ എന്താ പ്രൂവ്ഡ് മിസ്ബിഹേവിയർ എന്നുള്ള ഫ്രേസ്. കാരണം ആ ഫ്രേസ് വെച്ചിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസിനുള്ള ആൻസേഴ്സ് നമുക്ക് മാപ്പ് ചെയ്യാൻ പറ്റും. മനസ്സിലായി? ഇപ്പോൾ പറഞ്ഞ പോലെ ഇപ്പോൾ ക്വസ്റ്റ്യൻ വായിച്ച് കോംപ്രിഹെൻഡ് ചെയ്യുന്നതിലുള്ള ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്കിങ്ങനെ മാപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ ഉത്തരം എന്താ? ദ സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ ഈസ് നോട്ട് കൺസ്ട്രെയിൻഡ് ബൈ ലോസ് മെയ്ഡ് ബൈ ദ പാർലമെൻറ്റ് ഇൻ ദ എക്സസൈസ് ഓഫ് ഇറ്റ്സ് പവേഴ്സ് ഫോർ എൻഷുറിങ് കംപ്ലീറ്റ് ജസ്റ്റിസ് എന്നുള്ളതാണ് കറക്റ്റായിട്ടുള്ള ഉത്തരം. ഓക്കെ, അപ്പോൾ ഇത്തരത്തിൽ നിങ്ങൾ ഒബ്ജക്റ്റീവായിട്ടുള്ള ക്വസ്റ്റ്യൻസിനെ ടാക്കിൾ ചെയ്യുന്നത് പഠിക്കണം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പോവാം. അടുത്തത് ഇത് 2017 ചോദിച്ചാണ്. ചോദ്യം എന്താ? ഇൻ ഇന്ത്യ ജുഡീഷ്യൽ റിവ്യൂ ഇംപ്ലൈസ്. ഇന്ത്യയിൽ ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ്, ദ പവർ ഓഫ് ദ ജുഡീഷ്യറി ടു പ്രൊനൗൺസ് അപ്പോൺ ദ കോൺസ്റ്റിറ്റ്യൂഷനാലിറ്റി ഓഫ് ലോസ് ആൻഡ് എക്സിക്യൂട്ടീവ് ഓർഡേഴ്സ്. ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ നിങ്ങൾ അതിനകത്ത് വാക്കുകളുടെ ഡെഫിനേഷനെ നല്ല വ്യക്തമായിട്ട് ശ്രദ്ധിക്കണം. പവർ ഓഫ് ദ ജുഡീഷ്യറി ടു പ്രൊനൗൺസ് അപ്പോൺ ദ കോൺസ്റ്റിറ്റ്യൂഷനാലിറ്റി ഓഫ് ലോസ് ആൻഡ് എക്സിക്യൂട്ടീവ് ഓർഡേഴ്സ്. ഈ രണ്ട് വാക്ക് ഇമ്പോർട്ടൻ്റ്. ലോസ് എന്ന് പറഞ്ഞാൽ എവിടുന്ന? പാർലമെൻറ്റ്, ലെജിസ്ലേച്ചറിൽ നിന്നാണ് വരുന്നത്. നിയമനിർമ്മാണ സഭയിൽ നിന്നാണ് ലോസ് വരുന്നത്, നിയമങ്ങൾ ഉണ്ടാക്കുന്നത്. എക്സിക്യൂട്ടീവ് ഓർഡേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഉത്തരവാണ്. അപ്പോൾ അതെന്താ? എക്സിക്യൂട്ടീവാണ്. നമ്മുടെ ബ്യൂറോക്രാറ്റിക് മെഷീൻ, IAS IPS അല്ലെങ്കിൽ സർക്കാരുമായിട്ട് ബന്ധപ്പെട്ട ബോഡീസ്, ട്രൈബ്യൂണൽസ്, ഇവരൊക്കെ ഇറക്കുന്ന ഉത്തരവുകൾ, എക്സിക്യൂട്ടീവിൻ്റെ ഉത്തരവുകൾ. അപ്പോൾ ഉത്തരവുകളും നിയമങ്ങളും അതിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷനാലിറ്റിയിൽ ജുഡീഷ്യറിക്ക് എന്താ ഒരു ലെൻസ് വെച്ച് നോക്കാനുള്ളത്. ഇത് കോൺസ്റ്റിറ്റ്യൂഷണലാണോ അല്ലയോ എന്നുള്ള പവർ, ജുഡീഷ്യൽ റിവ്യൂ അതാണോ എന്നുള്ളതാണ്. അതാണോ എന്ന് ചോദിച്ചാൽ അതാണ് ജുഡീഷ്യൽ റിവ്യൂ. ബി, ദ പവർ ഓഫ് ദ ജുഡീഷ്യറി ടു ക്വസ്റ്റ്യൻ ദ വിസ്ഡം ഓഫ് ദ ലോസ് എനാക്റ്റഡ് ബൈ ദ ലെജിസ്ലേച്ചേഴ്സ്. വിസ്ഡം ഓഫ് ദ ലോ എന്താണ്? വിസ്ഡം ഓഫ് ദ ലോ എന്നുള്ളൊരു ടെനറ്റ് അവിടെ വരേണ്ട കാര്യമില്ല അല്ലേ? പിന്നെന്താ? സി, ദ പവർ ഓഫ് ദ ജുഡീഷ്യറി ടു റിവ്യൂ ഓൾ ദ ലെജിസ്ലേറ്റീവ് എനാക്ട്മെൻറ്റ്സ് ബിഫോർ ദേ ആർ അസെൻഡഡ് ടു ബൈ ദ പ്രസിഡൻറ്റ്. ഇല്ല,
അങ്ങനെ ഒരു പ്രൊവിഷനും ഇല്ല. അതൊക്കെ പാർലമെൻറ്റിൽ തന്നെ നടക്കുന്ന കാര്യങ്ങളാണ്. എല്ലാ നിയമങ്ങളും പോകുന്നതിന് മുമ്പ് പ്രസിഡന്റിനെ അയക്കുന്നതിന് മുമ്പ് നോക്കുക എന്നുള്ളതൊരു ലബോറിയസ് ടാസ്ക് അല്ല ജുഡീഷ്യറിയുടേത്. ഡി, ദ പവർ ഓഫ് ദ ജുഡീഷ്യറി ടു റിവ്യൂ ഇറ്റ്സ് ഓൺ ജഡ്ജ്മെൻറ്റ്സ് ഗിവൺ ഏർലിയർ ഇൻ സിമിലർ ഓൺ ഡിഫറൻറ്റ് കേസസ്. അതും അല്ല. ജുഡീഷ്യൽ റിവ്യൂ ഇതാണോ അതാണോ എന്നൊരു കൺഫ്യൂഷൻ വരും. റിവ്യൂ എന്ന് പറയുമ്പോൾ സ്വന്തം ജഡ്ജ്മെൻറ്റുകൾ പിന്നെ എടുത്ത് നോക്കുന്നത് തന്നെയാണല്ലോ റിവ്യൂ എന്നൊരു തോന്നൽ നിങ്ങൾക്ക് വരും. പക്ഷേ ഈ ഒരു കോണ്ടസ്റ്റ് ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറഞ്ഞാൽ ഇത് മാത്രമല്ല. സ്വന്തമായിട്ട് പാസ്സാക്കിയ അല്ലെങ്കിൽ സ്വന്തമായിട്ട് പുറപ്പെടുവിച്ച ഉത്തരവുകളോ നിയമങ്ങളോ ജഡ്ജിമെൻറ്റോ മാത്രമല്ല, ലെജിസ്ലേച്ചർ പാർലമെൻറ്റ് നിയമനിർമ്മാണ സഭ ഇതാക്കുന്ന നിയമങ്ങളും എക്സിക്യൂട്ടീവ് പുറപ്പെടുവിക്കുന്ന നിയമങ്ങളും അതിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷണാലിറ്റി പോയിൻറ്റ്സ് ചെയ്യുന്നതും ജുഡീഷ്യൽ റിവ്യൂ ആണ് അല്ലേ? ജുഡീഷ്യൽ റിവ്യൂ ആണ്. അതുകൊണ്ടാണ് എ എന്നുള്ളത് ഇവിടെ കറക്റ്റ് ഉത്തരം വരുന്നത്. മനസ്സിലായി? ഇങ്ങനെയും ടാക്കിൾ ചെയ്യണം. ചിലപ്പോൾ ഇങ്ങനെയുള്ള ചോദ്യം വരുമ്പോൾ ഇതൊരു ഡിഫിക്കൽട്ടായ ചോദ്യമായിട്ട് നിങ്ങൾക്ക് എയും ഡിയും തമ്മിൽ കൺഫ്യൂഷൻ വരും. അപ്പോൾ എയും ഡിയും തമ്മിൽ കൺഫ്യൂഷൻ വരും. നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത്? ചോദ്യത്തിൽ ചോദിച്ചിരിക്കുന്ന ടേം ജുഡീഷ്യൽ റിവ്യൂ എന്നുള്ളതിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷണലായിട്ടുള്ള അല്ലെങ്കിൽ ജുഡീഷ്യറിയുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ ഫുൾ എക്സ്പ്ലനേഷൻ, അതിൻ്റെ ഒരേ ഒരു ഭാഗം വരുന്ന എക്സ്പ്ലനേഷൻ മാത്രം വന്നിട്ട് കാര്യമില്ല. ഫുൾ എക്സ്പ്ലനേഷൻ വരുന്ന ടേം അതാണെന്നുള്ളത് സെലക്ട് ചെയ്യണം. അതും ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ നിങ്ങൾ ചെയ്യുമ്പോൾ മൈൻഡിൽ വെക്കേണ്ട ഒരു കാര്യമാണ്. ഇതുകൊണ്ടാണ് മോക്സ് എഴുതണം എന്ന് പറയുന്നത്. മോക്സ് എഴുതുമ്പോൾ എഴുതി ഇങ്ങനെയുള്ള പ്രോസസ്സ് നിങ്ങൾ ഓരോ ക്വസ്റ്റ്യനും അപ്ലൈ ചെയ്യുമ്പോൾ വളരെ സ്പീഡിൽ നിങ്ങൾക്ക് പരീക്ഷ എത്തുമ്പോൾ ചെയ്യാൻ പറ്റും. ഓക്കെ, എസ്പെഷ്യലി PSC ഡിഗ്രി ലെവൽ പ്രിലിംസ് എഴുതുന്ന ആൾക്കാരും ഇത് ശ്രദ്ധിക്കുക. ഇത് നിങ്ങളുടെ പരീക്ഷകൾക്കും ഇത്തരത്തിലുള്ള ലെവലിലുള്ള ഇത്തരത്തിലുള്ള ഡിഫിക്കൽട്ടിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, ഇത് 2016 പ്രിലിംസിൽ വന്ന ഒരു ചോദ്യമാണ്. എന്താണ് ചോദ്യം? വിത്ത് റെഫറൻസ് ടു ദ ഗ്രാം ന്യായാലയ ആക്ട് വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഈസ് ഓർ ആർ കറക്റ്റ്? ഗ്രാം ന്യായാലയ ആക്ട് അനുസരിച്ച് താഴെ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ്സിൽ ഏതാണ് കറക്റ്റ്? ആദ്യത്തെ എന്താ സ്റ്റേറ്റ്മെൻറ്റ്? ആസ് പെർ ദി ആക്ട് ഗ്രാം ന്യായാലയാസ് ക്യാൻ ഹിയർ ഓൺലി സിവിൽ കേസസ് ആൻഡ് നോട്ട് ക്രിമിനൽ കേസസ്. ഗ്രാം ന്യായാലയങ്ങൾക്ക് സിവിൽ കേസസ് മാത്രമേ കേൾക്കാനുള്ള അധികാരമേ ഉള്ളൂ, ക്രിമിനൽ കേസ് കേൾക്കാനുള്ള അധികാരമില്ല എന്നുള്ളതാണ് ഫസ്റ്റ്. രണ്ടാമത്തേത്, ദി ആക്ട് അലോസ് ലോക്കൽ സോഷ്യൽ ആക്ടിവിസ്റ്റ് ആസ് മീഡിയേറ്റേഴ്സ് ഓർ റീകൺസിലിയേറ്റേഴ്സ്. ലോക്കലായിട്ടുള്ള സാമൂഹ്യ പ്രവർത്തകരാണ് ഇതിൻ്റെ മീഡിയേറ്റേഴ്സായിട്ടൊക്കെ പ്രവർത്തിക്കാനുള്ളത്. അപ്പോൾ ഇതിലേതാ ശരിയെന്ന് അറിയണമെങ്കിൽ ഒന്ന് ഗ്രാം ന്യായാലയ ആക്ടിനെ കുറിച്ച് അറിഞ്ഞിരിക്കണം. അപ്പോൾ അറിഞ്ഞിരിക്കാത്ത രീതിയിൽ നമുക്കിത് ഗസ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേണമെങ്കിൽ ചെയ്യാം. കാര്യം ഗ്രാം ന്യായാലയ ആക്ട് എന്ന വാക്കെടുക്കുക. അതിൽ ഗ്രാമത്തിൽ ന്യായാലയ, ന്യായം നടപ്പിലാക്കുന്ന ആലയം, ന്യായാലയം എന്ന് വെച്ചാൽ എന്താ? ഒരു ആൽമരത്തിൻ്റെ അടിയിലിരുന്ന് സർപ്പഞ്ചൊക്കെ ഒരു പഞ്ചായത്ത് നടത്തില്ല, അതുപോലൊരു സംവിധാനം എന്താ? ചുമ്മാ അല്ല വന്നിരിക്കുന്നത്, ആക്റ്റിലൂടെയാണ്. അപ്പോൾ ആക്റ്റിലൂടെ കൊടുത്തിരിക്കുമ്പോൾ ഏകദേശം എന്താ? ദി ആക്ട് അലോസ് ലോക്കൽ സോഷ്യൽ ആക്ടിവിസ്റ്റ് ആസ് മീഡിയേറ്റേഴ്സ് ആൻഡ് റീകൺസിലേറ്റേഴ്സ് എന്നുള്ളത് കറക്റ്റ് ആയിരിക്കും. ജഡ്ജിമാർ അവിടെ വരേണ്ട കാര്യമില്ലല്ലോ, അത് കറക്റ്റ് ആയിരിക്കും. പിന്നെ നമുക്ക് തർക്ക വിഷയമുള്ളത് ആദ്യത്തേനെ കുറിച്ചാണ്. എന്താ, സിവിൽ കേസസ് മാത്രമാണോ അതോ ക്രിമിനൽ കേസസും ഇങ്ങനെയുള്ളതിനെ കേൾക്കാവുന്നുള്ളത്. അപ്പോൾ അത് നമുക്ക് അറിയണമെങ്കിൽ ഗ്രാം ന്യായാലയ ആക്ടിനെ കുറിച്ച് നമ്മൾ കുറച്ച് മനസ്സിലാക്കണം. അപ്പോൾ അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എന്താ പറഞ്ഞിരിക്കുന്നത്? ദ ഗ്രാം ന്യായാലയ ആക്ട് ഫെസിലിറ്റേറ്റ്സ് ദ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് ഗ്രാം ന്യായാലയാസ് or village courts for speedy and cost-effective justice at the grassroots level in rural areas. നമുക്കറിയാം ഇന്ത്യൻ ജുഡീഷ്യറിയെ സംബന്ധിച്ച് ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേസുകൾ ഇങ്ങനെ ഊരാക്കുടുക്കുകളായിട്ട് അനന്തമായ കാലത്തോളം ഇങ്ങനെ അവിടെ കെട്ടിക്കിടക്കുന്നതാണ് ഇന്ത്യൻ ജുഡീഷ്യറിയെ സംബന്ധിച്ചുള്ള ഏറ്റവും വലിയൊരു വിമർശനം. അപ്പോൾ ഈ വിമർശനത്തിന് സ്വാഭാവികമായിട്ടും അതിനുള്ളൊരു സൊല്യൂഷൻ എന്നുള്ള രീതിയിലൊരു കാര്യമാണ് ഗ്രാമ ലെവലിൽ അല്ലെങ്കിൽ വില്ലേജ് ലെവലിൽ ഗ്രാം ന്യായാലയാസ് കൊണ്ടുവരിക എന്നുള്ളത്. അത് നമ്മുടെ സിവിലൈസേഷനുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ ഋഗ്വേദിക് ഏജ് തൊട്ട് തന്നെ ഇങ്ങനെയാണല്ലോ. മഹാജനപദങ്ങൾ ഉയർന്നു വന്ന ഇങ്ങനെയാണല്ലോ. ഒരു ട്രൈബ്, ഒരു ഗ്രാമം, അവിടെ അത് തീർപ്പാക്കാൻ ഒരു ബോഡി അല്ലേ, അതിനൊരു ഹെഡ് ഓഫ് ദ കുലം, ഗോത്രം എന്നൊക്കെ പറയുന്ന രീതിയിൽ. അപ്പോൾ അതിൻ്റെ ഒരു പീസ് ഓഫ് ദാറ്റ് വി ആർ ടേക്കിംഗ് ഫ്രം അവർ ഓൺ ഹിസ്റ്ററി ആൻഡ് ഇംപ്ലിമെൻറ്റിംഗ് ടു ഈസ് അപ്പ് ദ ടെൻഷൻ ഓൺ അവർ ജുഡീഷ്യൽ സിസ്റ്റംസ് അല്ലേ. അങ്ങനെയുള്ളൂ. നമ്മുടെ ജുഡീഷ്യറിയിൽ ഒരു വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടി നമ്മൾ ആ ഒരു സിസ്റ്റത്തിൻ്റെ ഒരു ഭാഗം എടുക്കുന്നു. അതാണ് ഗ്രാം ന്യായാലയ ആക്ട്. അതാണ് ആസ് പെർ ദി ആക്ട് ഗ്രാം ന്യായാലയസ് ഹാവ് ജൂറിസ്ഡിക്ഷൻ ഓവർ ബോത്ത് സിവിൽ ആൻഡ് ക്രിമിനൽ കേസസ്. കണ്ടോ, നോട്ട് ജസ്റ്റ് സിവിൽ കേസസ് ആസ് ദ ഓപ്ഷൻ സജസ്റ്റ്. ഓപ്ഷനിൽ പറഞ്ഞിരിക്കുന്ന പോലെ സിവിൽ കേസ് മാത്രം കേൾക്കാം, ക്രിമിനൽ കേസ് കേട്ടുകൂടാന്നല്ല. പക്ഷേ അതിലൊരു എക്സെപ്ഷൻ ഉണ്ട്. എന്താണ്? നിങ്ങളിവിടെ ശ്രദ്ധിച്ച് കേൾക്കുക. ദേ ക്യാൻ ഹിയർ ക്രിമിനൽ കേസസ്
അപ് ടു ഇംപ്രിസൺമെൻറ്റ് ഓഫ് അപ് ടു 2 years, ഫൈൻസ് ഓഫ് ₹5,000 ഓർ ബോത്ത്. ക്രിമിനൽ കേസ് കേൾക്കാം. ഏതൊക്കെ ടൈപ്പ് ഓഫൻസ്? 2 വർഷം വരെ തടവിലാവുന്നതോ 5,000 രൂപ പിഴയുള്ളതോ അല്ലെങ്കിൽ രണ്ടും കൂടെ ഉള്ളതോ, ഇങ്ങനെയുള്ള ക്രിമിനൽ കേസസ് അവർക്ക് കേൾക്കാം. മറ്റേതൊക്കെ ഗ്രേവ് ആയിട്ടുള്ള ക്രിമിനൽ കേസല്ലേ, ഇപ്പോൾ ചെറിയ പെറ്റി മോഷണമൊക്കെ ആയിരിക്കും ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ക്രിമിനൽ കേസസും സിവിൽ കേസും അവർക്ക് കേൾക്കാം. അതുകൊണ്ട് ഓപ്ഷൻ 1 എന്ന് പറഞ്ഞാൽ തെറ്റാണ്. എന്താ, ഓൺലി സിവിൽ കേസല്ല ക്രിമിനൽ കേസും കേൾക്കാം, അതിൽ എക്സെപ്ഷൻ ഉണ്ടെന്നേ ഉള്ളൂ. ഓപ്ഷൻ 2 നമ്മൾ പറഞ്ഞ പോലെ ശരിയാണ്. ദ ആക്ട് ഡസ് അലോ ലോക്കൽ സോഷ്യൽ ആക്ടിവിസ്റ്റ് ആസ് മീഡിയേറ്റേഴ്സ് ഓർ റീകൺസിലിയേറ്റേഴ്സ്. ദിസ് ബ്രിങ്സ് ആൻ എലമെൻറ്റ് ഓഫ് പാർട്ടിസിപ്പേറ്ററി ജസ്റ്റിസ്. പാർട്ടിസിപ്പേറ്ററി ഗവർണൻസ്. നമ്മൾ പഞ്ചായത്തി രാജ് ആക്ട് തന്നെ എന്തിനാണ്? പാർട്ടിസിപ്പേറ്ററി ഗവർണൻസ് ആണ്. ഭരണത്തിൽ ജനങ്ങളുടെ നേരിട്ടുള്ള പങ്കാളിത്തം. നമ്മളൊരു റെപ്രസെൻറ്റേറ്റീവ് ഡെമോക്രസി ആണെങ്കിൽ പോലും നമുക്കെന്താ നേരിട്ടുള്ള ജനങ്ങളുടെ പങ്കാളിത്തം കൂടെ ഉറപ്പുവരുത്തുന്ന ഗ്രാമസഭകളല്ലേ. അതുപോലെ അടുത്തത് എന്താ, ലെജിസ്ലേച്ചർ പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയ പില്ലറാണ് നമ്മുടെ ഡെമോക്രസിയുടെ പോളിറ്റിയുടെ ജുഡീഷ്യറി. അപ്പോൾ ജുഡീഷ്യറിയിൽ പാർട്ടിസിപ്പേറ്ററി ജസ്റ്റിസ്, ജനങ്ങളുടെ പങ്കാളിത്തമുള്ള നീതിന്യായ നിർവഹണ സമിതികൾ ആയിട്ട് ഈ ഗ്രാമ ന്യായാലയങ്ങൾ പ്രവർത്തിക്കും. അതിനു വേണ്ടിയിട്ട് ലോക്കലായിട്ടുള്ള മീഡിയേറ്റേഴ്സിനെ, സോഷ്യൽ ആക്ടിവിസ്റ്റിനെ മീഡിയേറ്റേഴ്സായിട്ട് നിലനിർത്തും. അതുകൊണ്ട് ഓപ്ഷൻ 2 കറക്റ്റാണ്. ഓപ്ഷൻ 1 തെറ്റാണ്, ഓപ്ഷൻ 2 കറക്റ്റാണ്. സോ ബി, ഓപ്ഷൻ 2 ഓൺലി എന്നാണ്. അതുപോലെ തന്നെ ചെറിയൊരു പീസ് ഓഫ് ഇൻഫർമേഷൻ, കേരളത്തിൻ്റെ ഫസ്റ്റ് ഗ്രാമ ന്യായാലയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോട്ടയം ജില്ലയിലെ പാമ്പാടി ബ്ലോക്ക് പഞ്ചായത്തിലെ പള്ളിക്കത്തോടാണ്. അത് ഓർത്ത് വെച്ചോളുക, എഴുതി വെച്ചോളുക, എപ്പോഴെങ്കിലും ഉപകാരപ്പെടും. കേരളത്തിലെ ആദ്യത്തെ ഗ്രാമ ന്യായാലയ കോട്ടയം ജില്ലയിലെ പാമ്പാടി ബ്ലോക്ക് പഞ്ചായത്തിലെ പള്ളിക്കത്തോടാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ പോവാം. ഇത് 2014, കുറച്ച് പഴയതാണ്. UPSC സിവിൽ സർവീസ് 2014 പ്രിലിംസിലെ ചോദ്യമാണ്. എന്താണ് ചോദ്യം? ദ പവർ ടു ഇൻക്രീസ് ദ നമ്പർ ഓഫ് ജഡ്ജസ് ഇൻ സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ ഈസ് വെസ്റ്റഡ് ഇൻ. കോമ്പിനേഷൻ ഇല്ല, ഡയറക്റ്റ് സെലക്ട് ചെയ്യാനാണ്. അതായത് സുപ്രീം കോടതിയിലെ ജഡ്ജസിൻ്റെ നമ്പർ ഇൻക്രീസ് ചെയ്യാനുള്ള പവർ ആർക്കാണ്? പ്രസിഡന്റ് ഓഫ് ഇന്ത്യക്കാണ്? അല്ല. പാർലമെൻറ്റിനാണോ? അല്ല. പാർലമെൻറ്റിനാണോ? ആണ്. പാർലമെൻറ്റിനാണ് കേട്ടോ. ചീഫ് ജസ്റ്റിസിനോ ലോ കമ്മീഷനോ അല്ല, പാർലമെൻറ്റിനാണ് അത് നമ്പർ ഇൻക്രീസ് ചെയ്യാനുള്ളത്. അതാണ് കോൺസ്റ്റിറ്റ്യൂഷണൽ ബേസ് ഇവിടെ എഴുതിയിട്ടുള്ളത്. സോ ദിസ് പവർ ഈസ് ഡിറൈവ്ഡ് ഫ്രം ആർട്ടിക്കിൾ 124(1), 124(1) നിന്നാണ്. എഴുതി വെച്ചോ, 124(1) സുപ്രീം കോടതി ജഡ്ജസിൻ്റെ എണ്ണം കൂട്ടുക. വിച്ച് സ്റ്റേറ്റ്സ് ദാറ്റ് സുപ്രീം കോർട്ട് ഷാൽ ഹാവ് എ ചീഫ് ജസ്റ്റിസ് ആൻഡ് അൺടിൽ പാർലമെൻറ്റ് സ്പെസിഫൈസ് എ ഗ്രേറ്റ് നമ്പർ ബൈ ലോ നോട്ട് മോർ ദാൻ 7 അതർ ജഡ്ജസ് എന്നുള്ളതാണ്. ഓക്കെ, ഇപ്പോൾ 2019 31 എന്നുള്ളത് 34 ആക്കി. അത് എക്സാമ്പിളാണ്. അപ്പോൾ പാർലമെൻറ്റിനാണ് സുപ്രീം കോടതിയിലെ ജഡ്ജസിൻ്റെ എണ്ണം ഇൻക്രീസ് ചെയ്യാനുള്ള പവർ ഉള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 2014. ഇതൊരു ഇമ്പോർട്ടൻ്റ് ചോദ്യമാണ്. ദ പവർ ഓഫ് ദ സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ ടു ഡിസൈഡ് ഡിസ്പ്യൂട്ട്സ് ബിറ്റ്വീൻ ദ സെൻറ്റർ ആൻഡ് ദ സ്റ്റേറ്റ്സ് falls under its advisory jurisdiction, appellate jurisdiction, original jurisdiction, writ jurisdiction. അതായത് ഒന്നുമില്ല, സുപ്രീം കോടതിക്ക് സെൻറ്ററും ഒരു സ്റ്റേറ്റും, ഇപ്പോൾ ഈ സ്റ്റേറ്റ് ഓഫ് കേരള വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്നൊരു ഡിസ്പ്യൂട്ട് ഉണ്ട്. അതിൽ തീർപ്പ് കൽപ്പിക്കാനുള്ള അധികാരം ഏത് ജൂറിസ്ഡിക്ഷനിലാണ് വരുന്നത് എന്ന് പറഞ്ഞിട്ട് ഇത്രയും ജൂറിസ്ഡിക്ഷനാണ് കാണിച്ചിരിക്കുന്നത്. ഇത്രയും ജൂറിസ്ഡിക്ഷൻ എന്താണെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ നിങ്ങൾക്കത് പറയാൻ പറ്റും. ഇതിനകത്ത് കഴിഞ്ഞ ഞാനിട്ട ക്ലാസ് കണ്ടവർക്കറിയാം, ഫീച്ചേഴ്സ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷനിൽ ജുഡീഷ്യറിയുടെ ഫീച്ചേഴ്സ് പറഞ്ഞപ്പോൾ ഈ റിട്ട് ജൂറിസ്ഡിക്ഷൻ, ഫീച്ചേഴ്സ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷനിൽ മാത്രമല്ല ഫണ്ടമെൻ്റൽ റൈറ്റ്സ്, മൗലിക അവകാശങ്ങളെക്കുറിച്ച് പറഞ്ഞപ്പോൾ റിട്ട് ജൂറിസ്ഡിക്ഷൻ സുപ്രീം കോടതിയുടെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. കാരണം എന്താ, സുപ്രീം കോടതിയാണ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ്, ഒരു പൗരൻ എന്ന നിലയ്ക്കുള്ള എൻ്റെ മൗലിക അവകാശങ്ങളുടെ ഗ്യാരൻറ്റോർ ഓഫ് ദ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് സുപ്രീം കോടതിയാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ സുപ്രീം കോടതി അത് ഗ്യാരൻറ്റി ചെയ്യുന്നത് ഈ റിട്ട് ജൂറിസ്ഡിക്ഷനിലൂടെ. ഏതൊക്കെ ടൈപ്പ് റിട്ട്സ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിരുന്നു. മാൻഡമസ്, സെർഷ്യറി, പ്രൊഹിബിഷൻ, കോവാറൻറ്റോ, ഹേബിയസ് കോർപ്പസ്, ഈ റിട്ടുകളൊക്കെ അതുപോലെ തന്നെ പഠിക്കണം. അത് ഇമ്പോർട്ടൻ്റ് ആണ് ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടതാണ് റിട്ട് ജൂറിസ്ഡിക്ഷൻ, ഫണ്ടമെൻ്റൽ റൈറ്റിൻ്റെ ഇതുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പോൾ നമ്മൾ ഓൾറെഡി പഠിച്ചൊരു സാധനം ഇവിടെ ഉണ്ട്. അത് സ്റ്റേറ്റും സെൻറ്ററും തമ്മിലുള്ള ഡിസ്പ്യൂട്ടിൽ നമ്മളത് വരുത്തേണ്ട കാര്യമില്ല. അപ്പോൾ ഓപ്ഷൻ ഡി അല്ല നമുക്ക് ആദ്യമേ മനസ്സിലായി. പിന്നെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ അപ്പലേറ്റ് ജൂറിസ്ഡിക്ഷൻ എന്നുള്ള വാക്ക്, അപ്പലേറ്റ് എന്നുള്ള വാക്കിന് എന്താ, അപ്പലേറ്റ് എന്നുള്ള വാക്കി നമ്മൾ അപ്പീൽ എന്ന് നമ്മൾ ചിന്തിക്കണം. നമ്മൾ പറയും സുപ്രീം കോടതിയിൽ ഹൈക്കോടതിയിൽ നിന്ന് എനിക്ക് അനുകൂല വിധി കിട്ടിയില്ലെങ്കിൽ ഞാൻ സുപ്രീം കോടതിയിൽ അപ്പീൽ പോകും എന്ന് പറയും. ആ പ്രക്രിയ ഉണ്ടല്ലോ, താഴത്തെ കോർട്ടിൽ നിന്ന് മേളത്തെ കോർട്ടിലോട്ട് പടിപടിയായിട്ട് പോകുന്നത്. ഡിസ്ട്രിക്ട് കോടതി, ഹൈക്കോടതി, സുപ്രീം കോടതി വരെ പോകുന്ന നമ്മൾ പറയില്ലേ, അതിനാണ് അപ്പീലായിട്ട് പോകാമെന്ന് പറഞ്ഞത്. അതാണ് അപ്പലേറ്റ് ജൂറിസ്ഡിക്ഷൻ. അപ്പലേറ്റ് ജൂറിസ്ഡിക്ഷൻ ആണോ? ഇപ്പോൾ കേരളവും കേന്ദ്രവും തമ്മിൽ ഒരു തർക്കം വരുമ്പോൾ ഞാൻ കേരള സർക്കാർ ഹൈക്കോടതിയിലല്ലോ, നേരെ സുപ്രീം കോടതിയിലോട്ടാണ് പോകുന്നത്. അപ്പോൾ അത് നമുക്കത് എന്താ പറയുക, നമുക്കത് ഊഹിക്കാം, അപ്പലേറ്റ് ആയിരിക്കില്ല. പിന്നെ നമുക്ക് സംശയം വരുന്ന അഡ്വൈസറിയും ഒറിജിനലും തമ്മിലാണ്.
അതായത് അഡ്വൈസറി എന്ന് പറയുമ്പോൾ ചില ആൾക്കാർക്ക് സംശയം വരും, അത് സംസ്ഥാനം അഡ്വൈസ് കേൾക്കുന്ന പോലെയാണോ, കേന്ദ്രം അഡ്വൈസ് കേൾക്കുന്ന പോലെയാണോ, അതോ ഇനി അതല്ല എന്താണ് ഒറിജിനൽ ജൂറിസ്ഡിക്ഷൻ ആണോ എന്നുള്ള സംശയങ്ങൾ നമുക്ക് വരും. അത് മനസ്സിലാക്കണം, നമ്മളത് എന്താണെന്ന് മനസ്സിലാക്കണം. അതിലോട്ട് പോവാം. അപ്പോൾ ഒറിജിനൽ ജൂറിസ്ഡിക്ഷൻ എന്താ പറഞ്ഞിട്ട് ഡെഫിനേഷൻ: ദ പവർ ഓഫ് എ കോർട്ട് ടു ഹിയർ എ കേസ് ഫോർ ദ ഫസ്റ്റ് ടൈം നോട്ട് ഓൺ അപ്പീൽ. ഒരു കോടതിക്ക് ഒരു കേസ് അപ്പലേറ്റ് ആയിട്ട് വരുന്നതല്ല, താഴെ നിന്ന് മേളിലോട്ട് വരുന്നതല്ല, ആദ്യം തന്നെ കേൾക്കാനുള്ള അധികാരം. ഇപ്പോൾ സുപ്രീം കോടതി എടുത്താൽ എന്താ, അതിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ആ ക്ലാസ്സിൽ ഫണ്ടമെൻ്റൽ റൈറ്റ്സിനെ കുറിച്ച് പഠിപ്പിക്കുമ്പോൾ ഞാൻ പറഞ്ഞിരുന്നു, എനിക്കോ ഉള്ള ഫണ്ടമെൻ്റൽ റൈറ്റ്സിന് ലംഘനം വന്നു കഴിഞ്ഞാൽ അല്ലേ, എനിക്ക് ആർട്ടിക്കിൾ 32 അനുസരിച്ച് സുപ്രീം കോടതിയിൽ പോവാം. അതുപോലെ തന്നെ എന്താ ഇവിടെ പറയുന്നത്, സ്കോപ്പ്: ഇറ്റ് ഇൻക്ലൂഡ്സ് എക്സ്ക്ലൂസീവ് ജൂറിസ്ഡിക്ഷൻ ഓവർ ഡിസ്പ്യൂട്ട്സ് ബിറ്റ്വീൻ ദ സെൻട്രൽ ഗവൺമെൻറ് ആൻഡ് സ്റ്റേറ്റ്സ് ഓർ ബിറ്റ്വീൻ 2 or more states. It also includes extensive original jurisdiction to enforce fundamental rights under Article 32, allowing individuals to petition directly. Key distinction: this is a unique power for certain type of cases and is not subject to appeal or review by other courts. അതായത് ഒറിജിനൽ ജൂറിസ്ഡിക്ഷൻ എന്ന് പറഞ്ഞാൽ സുപ്രീം കോടതിയുടെ അതാണ്. ഇപ്പോൾ ഇതിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, രണ്ട് സ്റ്റേറ്റുകൾ തമ്മിലോ സെൻറ്ററോ സ്റ്റേറ്റോ തമ്മിലോ ഉള്ള ഡിസ്പ്യൂട്ട്, അതല്ലെങ്കിൽ ഒരു പൗരൻ എന്ന നിലയ്ക്ക് എൻ്റെ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ലംഘിക്കപ്പെടുമ്പോൾ അത് കേൾക്കാനുള്ള അതോറിറ്റി, അതാണ് അതിൻ്റെ ഒറിജിനൽ ജൂറിസ്ഡിക്ഷൻ ആർട്ടിക്കിൾ 32 അനുസരിച്ച്. ഈ രണ്ട് കേസാണ്. അപ്പോൾ ഇത് വരുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി ദ പവർ ഓഫ് ദ സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ ടു ഡിസൈഡ് ഡിസ്പ്യൂട്ട്സ് ബിറ്റ്വീൻ ദ സെൻറ്റർ ആൻഡ് ദ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, അത് ഓപ്ഷൻ സി ആണ്, ഒറിജിനൽ ജൂറിസ്ഡിക്ഷൻ ആണ്, കോടതിയുടെ ഒറിജിനൽ ജൂറിസ്ഡിക്ഷൻ. അപ്പോൾ നിങ്ങളിങ്ങനെ ഓർത്താൽ മതി, സുപ്രീം കോടതിയുടെ ഒറിജിനൽ ജൂറിസ്ഡിക്ഷൻ, സുപ്രീം കോടതിക്ക് ഡയറക്റ്റ് കേൾക്കാൻ പറ്റിയ കേസ് എന്ന് പറഞ്ഞാൽ, ഒന്ന്, ഞാൻ ഒരു പൗരൻ, ഇന്ത്യൻ സിറ്റിസൺ, എൻ്റെ ഫണ്ടമെൻ്റൽ റൈറ്റ്സ്, എൻ്റെ മൗലിക അവകാശങ്ങളുടെ ലംഘനം, വയലേഷൻ നടന്നു കഴിഞ്ഞാൽ സുപ്രീം കോടതിയിൽ പോകാനുള്ളത് ഏതനുസരിച്ച്, ആർട്ടിക്കിൾ 32 അനുസരിച്ച് അല്ലേ. അതേസമയം ഒരു രണ്ട് സ്റ്റേറ്റുകൾ തമ്മിലുള്ള ഡിസ്പ്യൂട്ട്, അതുമാത്രമല്ല ഒരു സെൻറ്ററും സ്റ്റേറ്റും തമ്മിലുള്ള ഡിസ്പ്യൂട്ടും കേൾക്കാനുള്ള അധികാരം ഏത് ജൂറിസ്ഡിക്ഷനിലാണ്, ഒറിജിനൽ ജൂറിസ്ഡിക്ഷനിലാണ് അല്ലേ. അപ്പലേറ്റ് ജൂറിസ്ഡിക്ഷൻ എന്താ ഞാൻ പറഞ്ഞു, റിട്ടും പറഞ്ഞു. അപ്പോൾ ഒറിജിനൽ എന്താണെന്നറിയാം. അപ്പോൾ ഒറിജിനലാണ് കറക്റ്റ് ഉത്തരം. ഇനി അഡ്വൈസറി എന്താണെന്ന് അറിഞ്ഞാൽ പോരെ. അഡ്വൈസറി ഇതാണ്, അഡ്വൈസറിയായിട്ട് ബന്ധപ്പെട്ട് ഇത് ആർട്ടിക്കിൾ 143 ആട്ടോ, അത് ടൈപ്പിംഗ് മിസ്റ്റേക്കാണ്, ആർട്ടിക്കിൾ 143 ആണ്. ആർട്ടിക്കിൾ ഒന്നും കൂടെ ഒന്ന് കൺഫേം ചെയ്യട്ടെ, ആർട്ടിക്കിൾ 143 തന്നെയല്ലേ? അതെ, ആർട്ടിക്കിൾ 143 ആണ് അഡ്വൈസറി ജൂറിസ്ഡിക്ഷൻ. എഴുതിയപ്പോൾ നിങ്ങൾ ഈ പിക്ചർ ഓർത്താൽ മതി, പ്രസിഡന്റ് എന്താ, ചീഫ് ജസ്റ്റിസിനോട് അഡ്വൈസ് ചോദിക്കുകയാണ്. ഐ വാസ് ജസ്റ്റ് ആസ്കിംഗ് ഫോർ അഡ്വൈസ്, ആർട്ടിക്കിൾ 143. അതാണ് അഡ്വൈസറി ജൂറിസ്ഡിക്ഷൻ. ദ പവർ ടു പ്രൊവൈഡ് ലീഗൽ ഒപ്പീനിയൻസ് ഓൺ മാറ്റർ ഓഫ് പബ്ലിക് ഇമ്പോർട്ടൻസ് as referred by the President. The Supreme Court can offer advice on any question of law or fact that has arisen or is likely to arise. അപ്പോൾ ഈ അടുത്തൊരു സംഭവം ഉണ്ടായിരുന്നു, ദ്രൗപദി മുർമു പ്രസിഡന്റ് കോടതിയോട് അഭിപ്രായം ചോദിച്ചു. എന്തിൽ? തമിഴ്നാട് ഗവർണറുമായിട്ടൊരു തർക്കം നടക്കുന്നുണ്ടല്ലോ, ഗവർണർ ബില്ലുകളിൽ അടയിരിക്കരുത് എന്ന് പറഞ്ഞൊരു പ്രശ്നം. അപ്പോൾ അതിൽ സുപ്രീം കോടതിയോട് അഭിപ്രായം ചോദിച്ചു. അപ്പോൾ അങ്ങനെ ഒരു സമയപരിധി നിശ്ചയിക്കാൻ പറ്റില്ല എന്നുള്ള അഭിപ്രായം സുപ്രീം കോടതി കൊടുത്തു. അതിനനുസരിച്ച് അവർക്ക് മുന്നോട്ട് പോകാം. അപ്പോൾ പ്രസിഡന്റിന് ആശയക്കുഴപ്പം വരുമ്പോഴാണ് എന്ത്, ആർട്ടിക്കിൾ 143, അതിൻ്റെ പേരാണ് അഡ്വൈസറി ജൂറിസ്ഡിക്ഷൻ. അപ്പോൾ ഇങ്ങനെ ചിന്തിച്ചാൽ മതി, അഡ്വൈസറി ജൂറിസ്ഡിക്ഷൻ എന്ന് പറഞ്ഞാൽ പ്രസിഡന്റുമായിട്ട് ബന്ധപ്പെട്ട്, അപ്പലേറ്റ് ജൂറിസ്ഡിക്ഷൻ എന്ന് പറഞ്ഞാൽ താഴെയുള്ള കോടതികളിൽ നിന്ന് അപ്പീലുമായിട്ട് പോകുന്നത്, ഒറിജിനൽ ജൂറിസ്ഡിക്ഷൻ എന്ന് പറഞ്ഞാൽ നേരിട്ട് കേൾക്കുന്നതിനുള്ള കോടതിക്ക്, റിട്ട് ജൂറിസ്ഡിക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പോലെ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള എന്താണ് റിട്ടുകൾ, ഹേബിയസ് കോർപ്പസ്, സെർഷ്വറി, മാൻഡമസ്, കോവാറൻറ്റോ, പ്രൊഹിബിഷൻ എന്നുള്ള റിട്ടുകൾ. ആ റിട്ട് പോയി റിവൈസ് ചെയ്ത് നന്നായിട്ട് പഠിച്ചോളാം. ഓക്കെ, അതാണ് അപ്പലേറ്റ് ജൂറിസ്ഡിക്ഷൻ. ഞാൻ പറഞ്ഞല്ലോ എന്താണ്, ദ പവർ ടു ഹിയർ അപ്പീൽസ് ഫ്രം ഡിസിഷൻസ് മെയ്ഡ് ബൈ ലോവർ കോർട്സ്. സ്കോപ്പ്: സോ ദിസ് ഈസ് ദ സുപ്രീം കോർട്ട്സ് മെയിൻ റോൾ ആൻഡ് ഇറ്റ് ഹിയേഴ്സ് അപ്പീൽസ് ഇൻ കോൺസ്റ്റിറ്റ്യൂഷണൽ, സിവിൽ ആൻഡ് ക്രിമിനൽ മാറ്റേഴ്സ് ഫ്രം ഹൈ കോർട്ട്സ് ആൻഡ് അതർ ലോവർ കോർട്ട്സ്. സോ ഇറ്റ് ഓൾസോ ഇൻക്ലൂഡ്സ് ദ പവർ ടു ഗ്രാൻഡ് സ്പെഷ്യൽ ലീവ് ടു അപ്പീൽ ഫ്രം എനി കോർട്ട് ഓർ ട്രിബ്യൂണൽ അണ്ടർ ആർട്ടിക്കിൾ 136. Key distinction: it is a broad authority that allows the Supreme Court to review and overturn decision of other courts. മനസ്സിലായല്ലോ? ഓക്കെ, അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടൊരു ക്വസ്റ്റ്യൻ തന്നെയാണ് UPSC സിവിൽ സർവീസ് എക്സാം 2012, കുറച്ച് പഴയതാണ്, നല്ലോണം പഴയതാണ്. അതിൻ്റെ പ്രിലിംസിൽ ചോദിച്ചൊരു ചോദ്യമാണ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ ഇൻക്ലൂഡഡ് ഇൻ ദ ഒറിജിനൽ ജൂറിസ്ഡിക്ഷൻ ഓഫ് ദ സുപ്രീം കോർട്ട്? എന്താണ് ഓപ്ഷൻസ്? എന്താ? എ ഡിസ്പ്യൂട്ട്, ഒറിജിനൽ ജൂറിസ്ഡിക്ഷൻ എന്താ ഞാൻ പറഞ്ഞല്ലോ ഇപ്പോൾ, എ ഡിസ്പ്യൂട്ട് ബിറ്റ്വീൻ ദ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആൻഡ് വൺ ഓർ മോർ സ്റ്റേറ്റ്സ് ഉണ്ടല്ലോ, ഉണ്ട്. എ ഡിസ്പ്യൂട്ട് റിഗാർഡിംഗ് ഇലക്ഷൻസ് ടു ഈദർ ഹൗസ് ഓഫ് ദ പാർലമെൻറ്റ് ഇല്ല, അത് വായിക്കുമ്പോൾ തന്നെ അറിയില്ല. എ ഡിസ്പ്യൂട്ട് ബിറ്റ്വീൻ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആൻഡ് യൂണിയൻ ടെറിട്ടറി അതും ഇല്ല. എ ഡിസ്പ്യൂട്ട് ബിറ്റ്വീൻ 2 or more സ്റ്റേറ്റ്സ് ഉണ്ട്. അപ്പോൾ എന്താ? 1 ഉം 4 ആണ്.
1 and 4 ഓൺലി. സി ആണ് ഓപ്ഷൻ. ഇപ്പോൾ നമ്മൾ കണ്ട ചോദ്യം തന്നെയാണ്. ഓക്കെ, അടുത്ത ചോദ്യം നോക്കൂ. വാട്ട് ഈസ് ദ പ്രൊവിഷൻ ടു സേഫ് ഗാർഡ് ദ ഓട്ടോണമി ഓഫ് ദ സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ? ഇത് നമ്മൾ ആ ഫീച്ചേഴ്സ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ പഠിച്ചപ്പോൾ അതിൽ ജുഡീഷ്യറിയിൽ പറഞ്ഞിട്ടുണ്ട്. സുപ്രീം കോടതിക്ക് ആ ഒരു ഓട്ടോണമി, ആ ഒരു ഇൻഡിപെൻഡൻസ്, അവരുടെ ഒരു ഇൻഡിപെൻഡൻസ് നിലനിർത്താനായിട്ട് ഒരു പ്രൊവിഷൻ, ഉള്ളൊരു പ്രൊവിഷൻ ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് എന്താ, പല ടൂൾസ് കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയാണോ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് സേഫ് ഗാർഡ് ചെയ്യാനായിട്ട് റിട്സ് കൊടുത്തിട്ടുള്ളത്, അതുപോലെ തന്നെ ഓട്ടോണമി നിലനിർത്താനായിട്ടുള്ള ടൂൾസ് ഉണ്ട്. അപ്പോൾ അത് ഇതിലേതാണെന്നാണ് ചോദിക്കുന്നത്. നമുക്ക് നോക്കാം. ഫസ്റ്റ് എന്താ, വൈൽ അപ്പോയിൻറ്റിംഗ് ദ സുപ്രീം കോർട്ട് ജഡ്ജസ് ദ പ്രസിഡൻറ്റ് ഓഫ് ഇന്ത്യ ഹാസ് ടു കൺസൾട്ട് ദ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ എന്നുള്ളതാണ് ആദ്യം വന്നിട്ടുള്ളത്, അല്ലേ? ഒരു മിനിറ്റ്. അപ്പം എന്താ, വൈൽ അപ്പോയിൻറ്റിംഗ് ദ സുപ്രീം കോർട്ട് ജഡ്ജസ് ദ പ്രസിഡൻറ്റ് ഓഫ് ഇന്ത്യ ഹാസ് ടു കൺസൾട്ട് ദ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ. അതെന്താ, അത് കറക്റ്റായിട്ടുള്ള കാര്യമാണ്. അതാണ് സുപ്രീം കോടതിയുടെ ഒരു ഓട്ടോണമിക്കുള്ളൊരു എക്സാമ്പിൾ. പ്രസിഡൻറ്റിന് ചുമ്മാ അപ്പോയിൻറ്റ് ചെയ്യുന്നല്ലോ, സുപ്രീം ചീഫ് ജസ്റ്റിസിനോട് ചോദിക്കണം. അടുത്തെന്താ, സുപ്രീം കോർട്ട് ജഡ്ജസ് ക്യാൻ ബി റിമൂവ്ഡ് ബൈ ദ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ഓൺലി. അങ്ങനെയല്ലല്ലോ, ഇംപീച്ച്മെൻറ്റ് ഉണ്ടല്ലോ, അല്ലേ? പ്രസിഡൻ്റ് ഉണ്ട്, ഇംപീച്ച്മെൻ്റ് ഉണ്ട്, അപ്പോൾ അത് തെറ്റാണ്. പിന്നെന്താ, ദ സാലറീസ് ഓഫ് ദ ജഡ്ജസ് ആർ ചാർജ്ഡ് ഓൺ ദ കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യ ടു വിച്ച് ദ ലെജിസ്ലേച്ചർ ഡസ് നോട്ട് ഹാവ് ടു വോട്ട്. കറക്റ്റാണ്. കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യയിൽ നിന്നാണ് സാലറി എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പോയി നോക്കിയാൽ അറിയാം. അപ്പോൾ 3 കറക്റ്റാണ്. പിന്നെ 4 എന്താ, all appointments of the officers and staff of the Supreme Court of India are made by the government only after consulting the Chief Justice of India. ഇതിൽ ഏറ്റവും തെറ്റെന്താ, അപ്പോയിൻമെൻറ്റ്സ് ഓഫ് ദ ഓഫീസേഴ്സ് ആൻഡ് സ്റ്റാഫ് ഓഫ് സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ ആർ മെയ്ഡ് ബൈ ദ ഗവൺമെൻറ് എന്നുള്ളത് തെറ്റാണ്. ഗവൺമെൻറ് അല്ലല്ലോ അപ്പോയിൻറ്റ് ചെയ്യുന്നത്, അല്ലേ? അപ്പോൾ ഏതാ ശരി? 1ഉം 3ഉം മാത്രമാണ് ശരി. 1 and 3 മാത്രമാണ് ശരി. അതാണ് സുപ്രീം കോടതിയുടെ ഓട്ടോണമി സേഫ് ഗാർഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ 10 ക്വസ്റ്റ്യൻ നോക്കി. അപ്പോൾ ഇപ്പോൾ ഏകദേശം ഒരു ഐഡിയ മനസ്സിലായല്ലോ ഏത് ലെവൽ ഓഫ് ഡിഫിക്കൽട്ടിയിൽ നിങ്ങൾക്ക് ചോദ്യങ്ങൾ ചോദിക്കാം. ഞാൻ ഈ സിവിൽ സർവീസിൻ്റെ ക്വസ്റ്റ്യൻസ് എടുത്തതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം ഞാൻ ആദ്യം പറഞ്ഞ പോലെ PSCക്കും നിങ്ങൾക്ക് ഈ ലെവലൊക്കെ ഉള്ള ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിച്ചാൽ മതി. അപ്പോൾ ഈ ലെവലിൽ തന്നെ നിങ്ങൾ പഠിച്ചാലേ നമുക്ക് ആ ഒരു PSCയുടെ ലെവലിലെങ്കിലും നമുക്ക് ടാക്കിൾ ചെയ്യാൻ പറ്റുള്ളൂ. സോ ക്വസ്റ്റ്യൻസിനെ നിങ്ങൾ അപ്രോച്ച് ചെയ്യേണ്ട രീതി ഇതാണ്. ഈ അപ്രോച്ച് ചെയ്യേണ്ട രീതി നിങ്ങൾ മോക്കിലിട്ട് ചെയ്ത് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ടൈം മാനേജ്മെൻറ്റ് അനുസരിച്ചും കിട്ടും. അപ്പോൾ എനിക്കൊന്ന് ചാപ്റ്റർ 3 ഫിനിഷ് ചെയ്തായിരുന്നു തോന്നുന്നു. ചാപ്റ്റർ 4 പോളിറ്റിയുടെ ചാപ്റ്റർ 4 ഇതിൻ്റെ പുറകെ വരും. അപ്പോൾ നമ്മളിങ്ങനെ പോകെ ഇങ്ങനെ വരുന്ന ക്വസ്റ്റ്യൻസ് നമ്മൾ പണ്ട് വന്ന ക്വസ്റ്റ്യൻസും ഈ PSCയിൽ വന്ന ക്വസ്റ്റ്യൻസും ഒക്കെ എടുത്ത് വർക്കൗട്ട് ചെയ്ത് പോവാം. അതായിരിക്കും ബെസ്റ്റ് സ്ട്രാറ്റജി. ഓക്കെ, അപ്പോൾ ശരി, ഇത്രയേ ഉള്ളൂ. ഓൾ ദ ബെസ്റ്റ്. എല്ലാവരും ക്ലാസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. ഓക്കെ.